ഏറെ പ്രതീക്ഷയോടെ പൊതുബജറ്റ് കാത്ത് കേരളവും. ആവശ്യങ്ങളിൽ പ്രധാനം ചൂരൽമല പുനരധിവാസത്തിനായി 2000 കോടിയുടെ പാക്കേജ്. സാമ്പത്തിക ഞെരുക്കം പരിഹരിക്കാൻ പ്രത്യേക സഹായവും പ്രതീക്ഷയിൽ. വിഴിഞ്ഞത്തിന് കൂടുതൽ തുക വകയിരുത്തും. തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുള്ള സർക്യൂട്ടിൽ ശബരിമല ഇടം പിടിച്ചേക്കും. ആലപ്പുഴ മാന്നാറിൽ അച്ഛനെയും അമ്മയെയും വീടിന് തീയിട്ട് ചുട്ടുകൊന്നു. മകൻ പോലീസ് കസ്റ്റഡിയിൽ. ക്രൂര കൊലപാതകം ഇന്നു പുലർച്ചെ. കൊല്ലപ്പെട്ടത് ചെന്നിത്തല സ്വദേശി രാഘവനും ഭാര്യ ഭാരതിയും. രണ്ടു വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ റിമാൻഡ് റിപ്പോർട്ട് പുറത്ത്. കുട്ടി ജനിച്ചതോടെ സഹോദരിക്ക് തന്നോടുള്ള ശ്രദ്ധ കുറഞ്ഞെന്ന പ്രതി ഹരികുമാർ. കുട്ടിയെ ഒഴിവാക്കാനാണ് കൊന്നത് എന്നും മൊഴി. കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ്. കുഞ്ഞിനെ കൊന്നതിൽ പങ്കില്ലെന്ന് ശംഖുമുഖം ദേവിദാസൻ ന്യൂസ് 18നോട്. ആൺസുഹൃത്തിന്റെ പീഡനത്തിനിരയായി മരിച്ച പോക്സോ അതിജീവിതയുടെ സംസ്കാരം ഇന്ന്. പോസ്റ്റ്മോർട്ടം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ. സംസ്കാര ചടങ്ങുകൾ തൃപ്പൂണിത്തുറ നടമേൽ പള്ളിയിൽ വൈകിട്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷം പ്രതിക്കെതിരായ വകുപ്പുകളിൽ മാറ്റം വരുത്തും. റാഗിങ്ങിനിരയായി വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത കേസിൽ സമഗ്ര അന്വേഷണത്തിന് പോലീസ്. നീക്കം വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ. സ്കൂൾ അധികൃതരുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. വിദ്യാർത്ഥികളുടെ പേരുകൾ പരാമർശിച്ച് അമ്മയുടെ പരാതി. ബജറ്റിൽ എന്തല്ല? മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാമത് ബജറ്റ് ഇന്ന് അവതരിപ്പിക്കുന്നു. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ 8ാമത്തെ ബജറ്റാണ്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന് എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. 2024 കേന്ദ്ര ബജറ്റിൽ നികുതി വ്യവസ്ഥയിൽ ചില മാറ്റങ്ങൾ വരുത്തിയെങ്കിലും ഇടത്തരക്കാർക്ക് ആശ്വാസം നൽകുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നില്ല. ആദായ നികുതി പരിധി 10 ലക്ഷമാക്കി ഉയർത്തും എന്നാണ് പ്രതീക്ഷ. ബജറ്റിന് മുന്നോടിയായി ഇന്നലെ നിർമ്മല സീതാരാമൻ സാമ്പത്തിക സർവേ റിപ്പോർട്ട് പാർലമെന്റിൽ അവതരിപ്പിച്ചിരുന്നു. രാജ്യത്തെ സാമ്പത്തിക വളർച്ചാ നിരക്ക് കുത്തനെ ഇടിഞ്ഞതായാണ് റിപ്പോർട്ട്. നടപ്പ് സാമ്പത്തിക വർഷം 6.4% വളർച്ച കൈവരിക്കാൻ സാധിക്കുന്നത്. 4 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്കാണിത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി മനു ഭരത് ആണ് ബിസിനസ് ഡെസ്കിൽ നിന്നും ചേരുന്നത്. മനു, 2025 ബജറ്റ് അവതരണത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. നിരീക്ഷണങ്ങൾ, വിലയിരുത്തലുകൾ അതെല്ലാം അവസാനിക്കാൻ പോവുകയാണ്. എന്തായിരിക്കും ബജറ്റിൽ എന്നത് ഇപ്പോഴും വ്യക്തമല്ല. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട പല പ്രഖ്യാപനങ്ങളും ഈ ബജറ്റിൽ ഉണ്ടാകും എന്നാണ്. ധനമന്ത്രി ഇപ്പോൾ സൗത്ത് ബ്ലോക്കിലേക്ക് എത്തിയിട്ടുണ്ട് എന്നറിയാൻ സാധിക്കുന്നു. ധനവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി മന്ത്രിയുടെ കൂടിക്കാഴ്ച കഴിഞ്ഞു. നിർമ്മല സീതാരാമൻ്റെ ബജറ്റ് വലിയ പ്രതീക്ഷകളാണ് ഇത്തവണ മധ്യ വിഭാഗത്തിന് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിന് നൽകുന്നത് എന്ന നേരത്തെ തന്നെ സൂചന ലഭിച്ചിരുന്നു. മിഡിൽ ക്ലാസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇടത്തരക്കാരെ തൃപ്തിപ്പെടുത്തുന്ന വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. അതിലേറ്റവും സുപ്രധാനമായ ഒന്ന് ഈ ആദായ നികുതിയുടെ പരിധി ഉയർത്തുക എന്നത് തന്നെയാണ്. ചുരുങ്ങിയത് ഒരു 10 ലക്ഷത്തിലേക്ക് ഇത് ഉയർത്തണമെന്ന ശക്തമായ ആവശ്യം സാമ്പത്തിക കേന്ദ്രങ്ങളിൽ നിന്നുണ്ട്. അത് ഈ ബഡ്ജറ്റ് എത്ര കണ്ട് പരിഗണിക്കും എന്ന വലിയ ചോദ്യം ഉയർന്നിട്ടുണ്ട്. അതിൽ വലിയ പ്രതീക്ഷയും രാജ്യം വെച്ചു പുലർത്തുന്നു എന്നതാണ്. മറ്റൊന്ന്, ഈ വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ നിരക്ക് എങ്ങനെ ഈ ബജറ്റ് പരിഗണിക്കും എന്നതാണ് മറ്റൊരു സുപ്രധാന വിഷയം. ഇതിൽ വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ നിരക്കിനെക്കുറിച്ച് ഒരു വശത്ത് പ്രതിപാദിക്കുമ്പോൾ EPFOയിൽ രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണം പ്രതിമാസം നല്ല തോതിൽ വർദ്ധിക്കുന്നുണ്ട് എന്നത് കേന്ദ്ര സർക്കാർ എടുത്തു കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഫോർമൽ സെക്ടറിലേക്ക് നിരവധി ആളുകൾ ജോലി അന്വേഷിച്ചെത്തുന്നു, അല്ലെങ്കിൽ അവർക്ക് നിരവധി ആളുകൾക്ക് ജോലി ലഭിക്കുന്നു എന്നത് ഒരു വശത്തിരിക്കുമ്പോഴും മറ്റ് ഒരു വശത്ത് തൊഴിലില്ലായ്മ ശക്തമായി ഉയരുന്നു എന്ന് കണക്കുകളും പുറത്തു വരികയാണ്. അപ്പോൾ ഈ അൺഎംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ തൊഴിലില്ലായ്മയെ എങ്ങനെ പിടിച്ചു നിർത്താൻ കഴിയും, അതിന് എന്തൊക്കെ പുതിയ നൂതന ആശയങ്ങൾ ബജറ്റിലുണ്ടാകും എന്ന തുടങ്ങിയ വിഷയങ്ങൾ അവിടെ വരുന്നു. അതിൽ ഒരു ഘടകമായി വരുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുകളുടെ വർധനയായിരിക്കും. അങ്ങനെ വലിയ തോതിലുള്ള നിക്ഷേപം നിർമ്മാണ മേഖലയിലും മറ്റിടങ്ങളിലും സർക്കാർ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തും എന്ന പ്രഖ്യാപനം ബജറ്റിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് റെയിൽവേയോ
അതിൽ മനു, ഇതിൽ എടുത്തു പറയേണ്ടത് ഈ ബജറ്റ് സമ്മേളനം ആരംഭിക്കുമ്പോൾ രാഷ്ട്രപതിയുടെ പ്രസംഗമുണ്ടായിരുന്നു. ആ പ്രസംഗത്തിൽ പലതവണ മിഡിൽ ക്ലാസ് എന്ന് ആവർത്തിച്ച് പറയുന്നൊരു പശ്ചാത്തലം ഉണ്ടാകുന്നു. അതിനുശേഷം പ്രധാനമന്ത്രിയുടെ പ്രതികരണം വരുമ്പോഴും ഇടത്തരക്കാർക്ക് കൂടുതൽ ക്ഷേമ പദ്ധതികൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. സ്വാഭാവികമായും ഒരു ബജറ്റ് തയ്യാറാക്കപ്പെടുമ്പോൾ നമുക്കറിയാം അതിൽ ഏതൊക്കെ തരത്തിലുള്ള ആശയവിനിമയങ്ങൾ നടക്കും, കേന്ദ്ര സർക്കാർ എത്രത്തോളം കൂടിയാലോചന നടത്തും എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനമായിരുന്നു ഈ വാക്കുകളിലൂടെ പുറത്തു വന്നത് എന്ന് വേണമോ അനുമാനിക്കാൻ? ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു കാര്യം വ്യക്തമാക്കുന്നത്, ബി ജെ പിയുടെ വലിയ സ്റ്റേബിൾ വോട്ട് ബേസ് ആയിരുന്നത് മിഡിൽ ക്ലാസും അതുപോലെ മിഡിൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇടത്തട്ടുകാരായ ബിസിനസ് ക്ലാസ്സുമാണ് എന്ന കാര്യം അവർക്ക് എല്ലാ ഘട്ടത്തിലും അവർക്ക് വ്യക്തമായിട്ടുള്ളതാണ്. സ്വാഭാവികമായും ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ കൂടെ നിർത്തുക എന്നത് രാഷ്ട്രീയപരമായി തന്നെ NDA സർക്കാരിൻ്റെ ഒരു ആവശ്യമാണ്. വരാനിരിക്കുന്ന കാലങ്ങളിൽ അവർക്ക് കൂടുതൽ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ പരിഗണിക്കുന്ന ഒരു സർക്കാർ എന്ന പ്രതിച്ഛായ എടുക്കുക എന്നത് BJP സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. വരാനിരിക്കുന്ന ഡൽഹി പോലുള്ള തെരഞ്ഞെടുപ്പുകളിലും ഈ നിലപാട് വളരെയധികം ഗുണം ചെയ്യും. അപ്പോൾ സ്വാഭാവികമായും സാമ്പത്തികമായ ഒരു ബാക്കപ്പ് മിഡിൽ ക്ലാസ്സിന് നൽകുക എന്നത് ഈ ബജറ്റിൻ്റെ ഒരു പിവറ്റൽ ഫോക്കസ് ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് രാജ്യം മുന്നോട്ട് വെക്കേണ്ട ഒരു കാര്യം, അത് വളർച്ച, ഇപ്പം നമ്മളൊരു 5 ട്രില്യൺ എക്കോണമിയായി മാറുകയാണ് എന്ന പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വരണമെങ്കിൽ കുറെ കൂടി ഒരു സാമ്പത്തിക വളർച്ച കൈവരിക്കാൻ രാജ്യത്തിന് കഴിയണം. നേരത്തെ നമുക്കറിയാം മൻമോഹൻ സിംഗിൻ്റെ കാലത്തൊക്കെ 7% ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് ഉയർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 7.7% ഗ്രോത്ത് റേറ്റ് എത്തിക്കാനുള്ള അല്ലെങ്കിൽ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ഈ ബജറ്റിനകത്ത് ഉണ്ടാകണം എന്നത് വളരെ സുപ്രധാനമാണ്. അപ്പോൾ അതിനെന്ത് സംവിധാനം, വളർച്ചാ നിരക്ക് കൂടിയ വളർച്ചാ നിരക്ക് കൈവരിക്കാൻ എന്ത് സംവിധാനം ബജറ്റിൽ ഉണ്ടാകണം എന്നത് ഒരു വശത്ത്. അതിൽ പ്രധാനമായൊരു ഘടകം സ്ട്രക്ചറൽ റിഫോംസ് ആണ്. അപ്പോൾ ഘടനാപരമായ പരിഷ്കാരങ്ങൾ എങ്ങനെ കൊണ്ടുവരണം എന്നതിനെ സംബന്ധിച്ചുള്ള വലിയ ചർച്ചകൾ ഈ ഇടക്കാലത്തൊക്കെ നടന്നിരുന്നു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കൂട്ടുക, അതുപോലെ ഗവൺമെൻറ് ബിസിനസ്സിൽ നിന്ന് പരമാവധി പിൻവാങ്ങുക, പകരം അതിലേക്ക് സ്വകാര്യ താല്പര്യങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കുക. ഗവൺമെൻറ് എല്ലാ കാലത്തും ഒരു ബാഡ് മാനേജറാണ്, നല്ല രീതിയിൽ അവർക്ക് എപ്പോഴും ഈ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല എന്നത് കഴിഞ്ഞ കാല ഇന്ത്യയുടെ ചരിത്രത്തിൽ വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും കൂടുതൽ സ്വകാര്യ പങ്കാളിത്തത്തെ ആകർഷിക്കുക എന്നൊരു നിലപാടാണ് പിന്നീടുള്ള സർക്കാരുകൾ കൈവരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സ്വകാര്യ സംരംഭകർ വരുമ്പോൾ അവർക്ക് കാര്യങ്ങൾ കൂടുതൽ ലളിതമാക്കുക, നികുതി ഘടന കൂടുതൽ ലളിതമാക്കുക, അതുപോലെ മറ്റ് നിയന്ത്രണങ്ങൾ ഒക്കെ മാറ്റിക്കൊടുക്കുക, ബിസിനസ് ചെയ്യാനായി അല്ലെങ്കിൽ വ്യാപാരം ചെയ്യാനായി ഒരു സമൂഹത്തെ പ്രേരിപ്പിക്കുകയും സർക്കാർ അതിൽ നിന്ന് പിൻവാങ്ങുകയും മറ്റാളുകൾക്ക് അതിന് മുമ്പിലുള്ള പ്രതിബന്ധങ്ങൾ എടുത്തു മാറ്റി കൊടുക്കുകയും ചെയ്യുക എന്ന വലിയ ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ അതിൽ ഈ സാമ്പത്തികമായി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനാകും, അങ്ങനെ എക്കോണമിയിൽ എന്തൊക്കെ സ്ട്രക്ചറൽ റിഫോംസ് വേണം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ചിന്താഗതി ഈ ബജറ്റിലുണ്ടാകും. പിന്നെ സ്വാഭാവികമായി കർഷകരുടെ ഒരു വലിയ പ്രതിഷേധം രാജ്യത്ത് തലയടിക്കുകയാണ്. അത് സംബന്ധിച്ചുള്ള എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ തീർച്ചയായും മനു, ഈ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ, സാമ്പത്തിക സർവേ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോഴടക്കം കേന്ദ്രം അവകാശപ്പെടുന്നത് കാർഷിക മേഖല വളർച്ചയുടെ പാതയിൽ ആണ് എന്നാണ്. പക്ഷേ അത് കൗതുകകരമാണ്. കാരണം അത്രമേൽ വളർച്ചയുടെ പാതയിൽ എന്ന് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുമ്പോഴും ആ വളർച്ച 4% താഴെയാണ്. അതിനെ അത്രമേൽ ഉയർത്തിക്കാണിക്കേണ്ട ഒന്നായി നമുക്ക് സൂചിപ്പിക്കാനാവില്ല. പക്ഷേ കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഈ മാറ്റം, വളർച്ച, അത് ഒരു പരിധിവരെയെങ്കിലും ഇന്ത്യയുടെ മൊത്തം സാമ്പത്തിക ഭദ്രതയ്ക്ക് ആണിക്കല്ലായി മാറി എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അപ്പോൾ കൂടുതൽ കാർഷിക ക്ഷേമ പദ്ധതികൾ അടക്കം ഈ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? അത് ക്ഷേമ പദ്ധതികൾക്ക് ഒരു പിന്തുണ നൽകിയില്ലെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്നു എന്ന കണക്കുകൂട്ടൽ നേരത്തെ തന്നെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും ക്ഷേമ പദ്ധതികൾ ഉണ്ടാകും. പക്ഷേ കാർഷിക മേഖല നമുക്കറിയാം, അത് ഇന്ത്യയുടെ സമ്പദ്ഘടനയുടെ തന്നെ നട്ടെല്ലാണ് എന്നത് ഒരു വശത്തിരിക്കുമ്പോഴും അത് GDP-യിലേക്ക്
വലിയ തോതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അത് മാത്രമല്ല വലിയൊരു വിഭാഗം ആളുകളെ എംപ്ലോയ് ചെയ്യുമ്പോൾ അത്ര കണ്ടുള്ള ഒരു റിസൾട്ട് കാർഷിക മേഖലയിൽ നിന്ന് ഇല്ല. ഏതായാലും ഇപ്പോൾ നമ്മുടെ കാർഷിക ഉൽപ്പാദനം വർദ്ധിച്ചിരിക്കുന്നു, കയറ്റുമതി വർദ്ധിച്ചിരിക്കുന്നു. ഇതൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോഴും കാർഷിക മേഖലയെ എങ്ങനെ കൂടുതൽ കരുത്താർജിക്കാം, അല്ലെങ്കിൽ കർഷകരുടെ കോൺഫിഡൻസ്, ആത്മവിശ്വാസം തിരിച്ചുപിടിക്കാൻ എന്തൊക്കെ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ ഈ ബജറ്റിൽ നിന്ന് വലിയ തോതിൽ ആളുകൾ ഉറ്റുനോക്കുന്നുണ്ട്. സ്വാഭാവികമായും കർഷക ആത്മഹത്യകൾ പെരുകുന്നു എന്ന പരാതി പല ഘട്ടങ്ങളിലും പല കോണുകളിൽ നിന്ന് വരും. അപ്പോൾ കർഷകരെ ആത്മഹത്യാ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കർഷകർ നേരിടുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ, കർഷകർക്ക് അവരുടെ ഉൽപ്പന്നം കുറെ കൂടി മെച്ചപ്പെട്ട വിലക്ക് വിൽക്കാനും അതിൽ നിന്ന് ആദായം ലഭിക്കാനും ഒക്കെ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ മാറ്റുക, അതിന് എന്തൊക്കെ ബഡ്ജറ്റിൽ ഉണ്ട് എന്നത് ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ മറുവശം കൂടി നമ്മൾ നോക്കുന്നത് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ, വില നിയന്ത്രണം ഉറപ്പാക്കാൻ, അതിലൊക്കെ ഈ ബജറ്റ് എന്ത് സഹായങ്ങൾ നൽകും? മറ്റൊരു വലിയ ചോദ്യമാണ്. കാരണം ഒരു വിലക്കയറ്റവും പണപ്പെരുപ്പവും രാജ്യത്തിൻ്റെ ഒരു മധ്യ വിഭാഗത്തിൽപ്പെട്ടുന്ന അല്ലെങ്കിൽ ഇടത്തട്ടുകാരെ ശക്തമായി ബാധിക്കുന്ന ഒരു വലിയ വിഷയമാണ്. അവരുടെ റവന്യൂ അല്ലെങ്കിൽ സാലറി അത് മാറുന്നില്ല. പക്ഷേ പണപ്പെരുപ്പം വരികയോ വിലക്കയറ്റം വരികയോ ഒക്കെ ചെയ്യുന്ന ഘട്ടത്തിൽ അവരുടെ സാമ്പത്തിക ഭദ്രതയെ അത് താളം തെറ്റിക്കുന്നു. ആ സാമ്പത്തിക ഭദ്രതയെ താളം തെറ്റിക്കുന്നത് അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള ചിന്താഗതിയെ ബാധിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു വലിയ വിഷയമായി പരിഗണിച്ചുകൊണ്ട് ബജറ്റ് കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇടത്തരക്കാരന്റെ വാങ്ങൽ കപ്പാസിറ്റി കുറഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു പൊതു നിരീക്ഷണമുണ്ട്. ഇടത്തരക്കാർക്ക് എങ്ങനെയാണ് വിപണിയിലേക്ക് കൂടുതൽ പണം ചെലവഴിക്കാൻ സാധിക്കുക, അതിനെന്തൊക്കെ മാർഗങ്ങൾ എന്ന് തന്നെയാണ് ബജറ്റ് ഉറ്റുനോക്കുന്നത്. വളരെ പെട്ടെന്ന് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാം ബജറ്റ് അവതരിപ്പിക്കുകയാണ്. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ 8ാമത്തെ ബജറ്റ്. ഇത് റെക്കോർഡാണ്. നേരത്തെ തന്നെ നിർമ്മല സീതാരാമൻ തുടർച്ചയായി ബജറ്റുകൾ അവതരിപ്പിച്ച് റെക്കോർഡ് നേടിയിരുന്നു. കാരണം മൊറാർജി ദേശായി ആയിരുന്നു തുടർച്ചയായി 6 ബജറ്റുകൾ അവതരിപ്പിച്ചത് 1959 മുതൽ 64 വരെ. ആ റെക്കോർഡ് നിർമ്മല സീതാരാമൻ മറികടന്നിരുന്നു. ഏതായാലും ഇന്ന് 8ാം ബജറ്റ് നിർമ്മല അവതരിപ്പിക്കുമ്പോൾ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് സാമ്പത്തിക മാന്ദ്യം നിലവിലുണ്ട്. അപ്പോൾ അത് മറികടക്കാൻ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും, പ്രത്യേകിച്ച് ഇടത്തരക്കാർക്ക്, എല്ലാ വിഭാഗം ജനങ്ങൾക്ക്, അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റുകൾ മുതൽ സാധാരണക്കാർ വരെയുള്ളവർ ഈ ബജറ്റ് പ്രധാനമായും ഉറ്റുനോക്കുകയാണ്. ഏതായാലും മധ്യവർഗത്തിന് കാര്യമായി പരിഗണന നൽകിക്കൊണ്ടുള്ള ഒരു ബജറ്റ് ആയിരിക്കും ഇത് എന്ന സൂചനകൾ ഇന്നലെ തന്നെ സർക്കാർ നൽകിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട കാര്യം ലക്ഷ്മി പാവപ്പെട്ടവരെയും ഒപ്പം തന്നെ മധ്യവർഗത്തെയും അനുഗ്രഹിക്കട്ടെ എന്ന പരാമർശമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. മാത്രവുമല്ല, നയപ്രഖ്യാപന പ്രസംഗത്തിലും ഇക്കാര്യം വ്യക്തമായിരുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ 8 തവണയാണ് അവർ മധ്യവർഗം എന്ന് പരാമർശം നടത്തിയത്. ഇതിനു മുമ്പുള്ള ബജറ്റിൽ അത്തരം മധ്യവർഗം എന്നുള്ള വാക്ക് അവർ ഉപയോഗിച്ചിരുന്നില്ല. പക്ഷേ ഇന്നലെ അവതരിപ്പിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഏതായാലും 8 തവണ മധ്യവർഗം എന്ന വാക്ക് ഉപയോഗിച്ചു. ഇന്ത്യയുടെ പുരോഗതിക്ക് മധ്യവർഗത്തിന്റെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കണം എന്ന പരാമർശം പോലും ഇന്നലെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഭാഗമായി ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായും മധ്യവർഗത്തെ കയ്യിലെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ മധ്യവർഗത്തിന് കാര്യമായി പരിഗണന നൽകിക്കൊണ്ട് ഒരു ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയ സാമ്പത്തിക മാന്ദ്യം രാജ്യം നേരിടുന്നുണ്ട്. അങ്ങനെ ഉപഭോഗം വർദ്ധിപ്പിക്കുന്ന പണം വേണം. അപ്പോൾ സ്വാഭാവികമായും മധ്യവർഗത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് നടപടികളിലേക്ക് സർക്കാർ കടന്നേക്കും എന്ന് തന്നെയാണ് സൂചന. ഏതായാലും ഏവരും ഉറ്റുനോക്കുന്ന ഒന്ന് ആദായ നികുതിയിലെ ഇളവ് തന്നെയാണ്. കാരണം നിലവിൽ പുതിയ ടാക്സ് സ്കീം പ്രകാരം 3 ലക്ഷമാണ് ആദായ നികുതി ഇളവിന്റെ പരിധി. ഇതിൽ മാറ്റം വന്നേക്കും. 10 ലക്ഷം രൂപ വരെയുള്ളവർക്ക് ആദായ നികുതി ഇളവ് വന്നേക്കും എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ. അത്തരം സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മാത്രവുമല്ല, 15 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഇടയിലുള്ള വാർഷിക ശമ്പളമുള്ള ശമ്പളക്കാർക്ക് അവർക്ക് പുതിയ ടാക്സ് സ്ലാബ് വരുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. ഏതാണ്ട് 25% ടാക്സ് സ്ലാബ് വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒപ്പം തന്നെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനിലും മാറ്റങ്ങൾ ഉണ്ടാക്കാം. അതായത് 75,000 രൂപ എന്നുള്ളത്
1 ലക്ഷമായി ഉയർന്നേക്കാം എന്നുകൂടി ഇപ്പോൾ സൂചനകൾ ലഭിക്കുന്നുണ്ട്. അങ്ങനെ ആദായ നികുതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒപ്പം തന്നെ GST കേരളം ഒക്കെ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം GST അടക്കം കേരളം പല വിഷയഘട്ടങ്ങളിൽ ഉന്നയിക്കുന്നുണ്ട്. ഇത് കൂടാതെ GST സ്ലാബുകളിൽ സ്വാഭാവികമായും മാറ്റങ്ങൾ ഉണ്ടായേക്കാം എന്ന സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. ഏതായാലും തീർച്ചയായും മധ്യവർഗത്തിന് ഊന്നൽ നൽകിക്കൊണ്ടൊരു ബജറ്റ് ആയിരിക്കും ഇത് എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് ശ്രീജി ചോദിച്ച പോലെ ഡൽഹി ഒക്കെ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. 4 ദിവസം കഴിഞ്ഞാൽ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പാണ്. മധ്യവർഗം ഏറ്റവും കൂടുതലായുള്ള സ്ഥലമാണ് ഡൽഹി. അപ്പോൾ സ്വാഭാവികമായും അത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന സൂചന തന്നെയാണ് ഇപ്പോൾ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഭാഗമായാലും സർക്കാർ വൃത്തങ്ങളുടെ ഭാഗമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിൽ ലോക സാമ്പത്തിക ക്രമത്തിൽ അടക്കം വലിയ മാറ്റങ്ങൾ ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ ഉള്ള നമ്മുടെ രാജ്യത്തിന് ആ സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ അവകാശവാദം ഉന്നയിക്കുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ശുഭാപ്തി വിശ്വാസത്തെ ശരിവെക്കുന്ന കണക്കുകൾ അല്ല കഴിഞ്ഞ ദിവസം ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ച സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. കഴിഞ്ഞ 4 വർഷത്തിനിടയിലെ ഏറ്റവും മോശം സാമ്പത്തിക അവസ്ഥയിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നുപോകുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ കോവിഡ് കാലത്ത് ശരാശരി വളർച്ചയേക്കാൾ താഴെയാണ് നിലവിൽ രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക്. നിലവിലെ സാമ്പത്തിക വർഷം 6.8% വരെ വളർച്ച കൈവരിച്ചേക്കാം നമ്മുടെ രാജ്യം എന്നുകൂടി റിപ്പോർട്ട് പറയുന്നുണ്ട്. നിർമ്മാണ മേഖലയിലടക്കം വലിയ മാന്ദ്യം നേരിടുന്നുണ്ട്. കോർപ്പറേറ്റ് നിക്ഷേപങ്ങൾ ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം എന്ത് എന്നതുൾപ്പെടെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അതേസമയം തന്നെയാണ് കാർഷിക മേഖലയിൽ വളർച്ച കൈവരിക്കാൻ സാധിച്ചു എന്ന് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത്. പക്ഷേ അത് അപ്പോഴും 4% താഴെയാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത എന്നത് ഉറപ്പുവരുത്തുന്നുണ്ട്. സാമ്പത്തിക അടിത്തറ ശക്തമാണ്. വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ സാധിച്ചു എന്നെല്ലാം കേന്ദ്ര സർക്കാർ അവകാശപ്പെടുമ്പോഴും ഇടത്തരം കുടുംബാംഗങ്ങൾക്ക് വിപണിയിലേക്ക് കൂടുതൽ തുക ചെലവഴിക്കാൻ സാധിക്കുന്നില്ല എന്നത് പണചംക്രമണത്തെ കൃത്യമായി ബാധിക്കുന്നു എന്ന നിരീക്ഷണവും കേന്ദ്ര സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആദായ നികുതി സ്ലാബുകളിൽ ഇത്തവണ എന്തു മാറ്റം ഉണ്ടാകും എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നത്. 10 ലക്ഷം രൂപ വരെയായി ആദായ നികുതി സ്ലാബ് ഉയർത്തിയേക്കാം, പരിധി ഉയർത്തിയേക്കാം എന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങൾ കൃത്യമായി പുറത്തു വരുന്നുണ്ട്. അതേസമയം ഡിഡക്ഷൻ എന്നത് 75,000 നിന്ന് 1 ലക്ഷം ആക്കി ഉയർത്തിയേക്കാം. അങ്ങനെയുള്ള പല പ്രഖ്യാപനങ്ങളും ഒരു പക്ഷേ ബജറ്റിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ബജറ്റ് അവതരണത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത്. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇപ്പോൾ ധനകാര്യ മന്ത്രാലയത്തിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവിടുത്തെ ഉദ്യോഗസ്ഥർ ബജറ്റ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട തിരക്കുകളിൽ ആണ്. ബജറ്റ് അവതരണത്തിന് തൊട്ടു മുമ്പ് ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ച നടക്കുന്നുണ്ട്. പിന്നീട് രാഷ്ട്രപതിയെ സന്ദർശിക്കും. സാങ്കേതികത്വത്തിന്റെ ഭാഗമായെങ്കിലും ബജറ്റിന് അനുമതി നൽകുന്നതിന് വേണ്ടി ക്യാബിനറ്റ് അല്പസമയത്തിനകം ചേരും. വാർത്തയുടെ വിശദാംശങ്ങളുമായി മനു ഭരത് ആണ് ചേരുന്നത്. മനു, നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. 11 മണിക്ക് പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നു. ധനമന്ത്രി ഇപ്പോൾ ധനകാര്യ മന്ത്രാലയത്തിൽ എത്തിയിട്ടുണ്ട്. എന്താണ് മറ്റു വിവരങ്ങൾ? അഭിഷേക്, നമുക്ക് അറിയാം ഇത്തവണ വലിയൊരു ബഹളം നമ്മൾ ഒരു ഇടക്കാല ബഡ്ജറ്റ് ഇതിനിടയിൽ വന്നതുകൊണ്ടാകണം നമ്മൾ കണ്ടില്ല. സാധാരണ ഹൽവ ഉണ്ടാക്കുന്നതും അതിനുശേഷമുള്ള ലോക്കിൻ പീരീഡും തുടങ്ങി ഈ ബഡ്ജറ്റ് വലിയ തോതിൽ കേന്ദ്രം ആഘോഷിക്കുന്ന ഒരു രീതി ഇത്തവണ കണ്ടില്ല എന്ന സംശയം പല സാമ്പത്തിക കേന്ദ്രങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏതായാലും അതിനൊക്കെ അപ്പുറത്തേക്ക് പക്ഷേ പ്രഖ്യാപനങ്ങളുടെ കാര്യത്തിൽ പ്രതീക്ഷ ഒട്ടും കുറയുന്നില്ല. വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നതാണ്. 2-3 പ്രധാന ഘടകങ്ങൾ നമുക്ക് ഈ ബഡ്ജറ്റ് പരിഗണിക്കേണ്ടതുണ്ട്. ഒന്ന്, ലോകത്തിൻ്റെ മറ്റ് ഇടങ്ങളിലുള്ള ജിയോ പൊളിറ്റിക്കൽ കണ്ടീഷൻസ്, പ്രത്യേകിച്ച് ഇപ്പോൾ ഇസ്രായേലും ഗസയും തമ്മിൽ നടന്ന യുദ്ധവും അതിന് ശേഷമുണ്ടായ പരിഹാര മാർഗങ്ങളും, അതുപോലെ റഷ്യ ഏത് നിലയ്ക്കാണ് അവിടെ യുക്രൈനുമായി സംഘർഷത്തിലേർപ്പെടുന്നത്, അങ്ങനെ തുടങ്ങി ആഫ്രിക്കയിലെ പ്രശ്നങ്ങൾ, അങ്ങനെ ഗ്ലോബൽ ആയി നിൽക്കുന്ന അമേരിക്കയിൽ ട്രംപ് വരുന്നു. അങ്ങനെ ആഗോള തലത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങളും അത് ഇന്ത്യൻ വിപണിയിൽ ഉണ്ടാക്കാവുന്ന പ്രതിഫലനങ്ങളും കൂടി പരിശോധിക്കേണ്ട ഒരു സാഹചര്യം ബജറ്റിനുണ്ട്. രണ്ടാമത്തെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ തൊഴിലില്ലായ്മയിൽ നമുക്ക് ഈ ഒരു വർഷം തന്നെ 78.5 lakh
അല്ലെങ്കിൽ 78.5 ലക്ഷം കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ട ഒരു സാഹചര്യം സ്വകാര്യ മേഖലയിലുണ്ട് എന്നാണ് പൊതുവെ ഇപ്പോൾ നമുക്ക് ഒരു അനാലിസിസായി വന്നിരിക്കുന്നത്. ഒപ്പം അത് പ്രാവർത്തികമാക്കാനുള്ള വഴി എന്ത് എന്ന ചോദ്യമുണ്ട്. ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് ആണ് ഏറ്റവും ത്രസ്റ്റ് കൊടുക്കേണ്ടത് എന്ന ആവശ്യം ഇപ്പോൾ പല സാമ്പത്തിക വിദഗ്ധരും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം വലിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന മേഖലകൾ, ടെക്സ്റ്റൈൽ പോലുള്ള മേഖലകളിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിച്ചുവിടുക എന്നുള്ളതാണ്. പിന്നെ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ലോകത്ത് നടക്കുന്നു. AI പോലുള്ള വിഷയങ്ങൾ ഇപ്പോൾ എങ്ങനെ നമുക്ക് കൂടുതൽ സാമ്പത്തിക അതുപോലെ നമ്മുടെ ജീവിത സാഹചര്യം ഉയർത്തുന്നതിന് സാമ്പത്തിക മേന്മയ്ക്കൊക്കെ പ്രയോജനപ്പെടുത്താമെന്ന ചോദ്യമുണ്ട്. പുതിയ ഇന്നോവേഷൻസിനെ എങ്ങനെ നോക്കിക്കാണണം എന്ന് ഉണ്ട്. സ്റ്റാർട്ടപ്പുകളെ എന്തൊക്കെ തരത്തിൽ പ്രോത്സാഹിപ്പിക്കണം എന്ന വിഷയമുണ്ട്. അങ്ങനെ ടെക്നോളജി ഡ്രിവണായ ഒരു രാജ്യം, സാങ്കേതിക വിദ്യ നയിക്കുന്ന ഒരു സംവിധാനം ആയി രാജ്യം മാറുക എന്നതിന് അതിന് വേണ്ട ഉതകുന്ന പിന്തുണ എങ്ങനെ ഈ ബജറ്റിന് കൊടുക്കാൻ കഴിയും എന്നത് ഒരു വലിയ ഒരു വിഷയമായി വരികയാണ്. തൊഴിൽ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം സംരംഭകത്വം കൂടി ഉയർത്തുക എന്നത് രാജ്യത്തിന് ഇനി വരുന്ന ഇടത്ത് വളരെ സുപ്രധാനമാണ്. കാരണം യുവാക്കളെ തൊഴിൽദായകർ ആക്കി മാറ്റുക അല്ലെങ്കിൽ അങ്ങനെ പരിവർത്തനം ചെയ്യാൻ ബഡ്ജറ്റിന് എന്തൊക്കെ മാറ്റങ്ങൾ വേണം എന്നത് ഒരു വശത്താണ്. അതിന് ഉതകുന്ന തരത്തിലുള്ള ഘടനാപരമായ മാറ്റങ്ങൾ അല്ലെങ്കിൽ സ്ട്രക്ചറൽ റിഫോംസ് ആണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് സർക്കാർ പലതവണ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രൈവറ്റ് സെക്ടറിനെയും കൂടുതൽ ശക്തിപ്പെടുത്തുക, അക്കാഡമിഷ്യയെ പ്രൈവറ്റ് സെക്ടറുമായി സിങ്ക്രണൈസ് ചെയ്യുക, ഒരുമിച്ച് നിർത്തിക്കൊണ്ട് കൂടുതൽ ഗവേഷണങ്ങളും അതിനനുസരിച്ചുള്ള പുതിയ കാര്യങ്ങളുടെ ഉൽപ്പാദനവും ഒക്കെ അല്ലെങ്കിൽ പുതിയ വസ്തുക്കളുടെ ഉൽപ്പാദനവും ഒക്കെ എങ്ങനെ ദ്രുതഗതിയിലാക്കാം അല്ലെങ്കിൽ അതിനെയൊക്കെ ഗ്രോത്ത് എങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യാം എന്നതൊക്കെ ഈ ബജറ്റ് വളരെ ഗൗരവത്തോടെ വീക്ഷിക്കും എന്നാണ് പലരും കരുതുന്നത്. ഈ ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ് എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തും മറ്റൊരു പ്രധാന വിഷയമാണ്. നമ്മുടെ ഉൽപ്പന്നങ്ങൾ, വിപണി, അതുപോലെ വ്യാപാര സമൂഹം ഇവരെ എങ്ങനെ ഗ്ലോബലി കോമ്പറ്റൻ്റ് ആക്കാം, ആഗോളതലത്തിൽ എങ്ങനെ മത്സരത്തിന് കരുത്തുള്ളവരാക്കി മാറ്റാം എന്നത് ഒരു വലിയ പ്രശ്നമാണ്. കാരണം പുതിയ ലോക സാഹചര്യങ്ങൾ കൂടുതൽ വാതിലുകൾ തുറന്നിടുകയാണ്. അപ്പോൾ പല രാജ്യങ്ങളും ഇപ്പോൾ നമ്മുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കയറ്റുമതി അത് ബാധിക്കുന്ന ഒരു സാഹചര്യം വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നീട് ഏറ്റവും മുഖ്യ വിഷയമായി മാറുന്നത് ആഗോളതലത്തിലുള്ള ഈ മത്സരക്ഷമതയാണ്. അപ്പോൾ ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ് എങ്ങനെ വർദ്ധിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിയും എന്നതുകൂടി ഈ ബജറ്റ് ഫോക്കസ് ചെയ്യും. യെസ്, തീർച്ചയായും മനു സൂചിപ്പിക്കുന്നത് പോലെ ഒട്ടേറെ വെല്ലുവിളികളുണ്ട്, അതേസമയം അവസരങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് യുവാക്കളുടെ രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ കൂടുതൽ തൊഴിലവസരങ്ങൾ എങ്ങനെ സൃഷ്ടിക്കപ്പെടും? ഏതാണ്ട് 90 കോടിയിൽ അധികം വരുന്ന യുവാക്കൾ, അവർക്ക് ഒരു ദിവസം ഇത്രയധികം തൊഴിൽ ദിനങ്ങൾ ലഭിക്കേണ്ട ഒരു പശ്ചാത്തലം ആണുണ്ടാകുന്നത്. ഒരു ദിവസം തന്നെ പല തൊഴിൽ ദിനങ്ങൾ എന്ന നിലയിലേക്ക് കേന്ദ്ര സർക്കാരിന് കണക്കാക്കപ്പെടേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അത്രയും തൊഴിൽ ദിനങ്ങൾ എങ്ങനെ സൃഷ്ടിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയധികം ആളുകൾക്ക് ഒരു തൊഴിൽ ദിനത്തിൽ തന്നെ എങ്ങനെ ജോലി ചെയ്യുവാനുള്ള അവസരം നൽകും? കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ഇവർക്ക് എങ്ങനെ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും? അതിനുള്ള പ്രഖ്യാപനങ്ങൾ കൂടി കേന്ദ്ര ബജറ്റിൽ ഉണ്ടാകും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ER രാഗേഷ് കൂടി ചേരുന്നുണ്ട്. രാഗേഷ്, ബജറ്റ് അവതരണത്തിന്റെ മുന്നോടിയായാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ, സഹമന്ത്രി പങ്കജ് ചൗധരി എന്നിവർ ഉൾപ്പെടെ ഇപ്പോൾ ധനമന്ത്രാലയത്തിൽ എത്തിയിട്ടുള്ളത്. അവിടെ ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ച ഇപ്പോഴും തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി രാഷ്ട്രപതിയുമായുള്ള കൂടിക്കാഴ്ചയുണ്ട്. ഒപ്പം കേന്ദ്ര ക്യാബിനറ്റ് ചേരാനും പോകുന്നുണ്ട്. എന്താണ് മറ്റ് നടപടിക്രമങ്ങൾ, എന്താണ് വിവരങ്ങൾ? ഇപ്പോൾ നിർമ്മല സീതാരാമൻ ഈ ബജറ്റിന്റെ പകർപ്പ് അല്ലെങ്കിൽ ബജറ്റ് ഒരു കാലഘട്ടത്തിൽ ബജറ്റ് പേപ്പർ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ പേപ്പർലെസ് ബജറ്റാണ് കാലങ്ങളായി അവതരിപ്പിക്കുന്നത്. ആ പേപ്പർലെസ് ഡിജിറ്റൽ ഫോർമാറ്റിൽ ഉള്ള ബജറ്റ് ആണ് ഇപ്പോൾ ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ കയ്യിൽ ഉള്ളത്. മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ നിർമ്മല സീതാരാമൻ എത്തുന്നു. ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിന് ഈ ഘട്ടത്തിൽ നമുക്ക് സാധ്യതയില്ല. ഇനിയുള്ള നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കിയതിനു ശേഷം ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നു. അതിനു മുമ്പ് എന്തെങ്കിലും പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. ധനകാര്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ, സഹമന്ത്രി പങ്കജ് ചൗധരി ഉൾപ്പെടെ ഉള്ളവരെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള സാങ്കേതികമായ നടപടിക്രമങ്ങൾ ആണ് ഇനി ബാക്കിയുള്ളത്. അതിനുശേഷമാണ് ധനമന്ത്രി പാർലമെന്റിലേക്ക് എത്തുകയും ബജറ്റ് അവതരിപ്പിക്കാൻ പോവുകയും ചെയ്യുന്നത്. ഇന്ത്യയിൽ ഏറ്റവും അധികം തവണ ബജറ്റ് അവതരിപ്പിക്കപ്പെടുന്ന സ്ത്രീ എന്നത് നേരത്തെ തന്നെ
നിർമ്മലാ സീതാരാമനിൽ എത്തിയിട്ടുള്ള റെക്കോർഡാണ്. 8ാം തവണ നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുമ്പോൾ അത് ചരിത്രം കൂടിയാണ്. കഴിഞ്ഞ 7 തവണ ബജറ്റ് അവതരിപ്പിക്കുമ്പോഴുള്ള ധനസ്ഥിതിയല്ല എന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റേത് എന്നതാണ് നിർമ്മലയെ കാത്തിരിക്കുന്ന വെല്ലുവിളി. ഏറെ അനുകൂലവും എന്നാൽ പ്രതികൂലവുമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടിയാണുള്ളത്. രാജ്യതലസ്ഥാനമായ ഡൽഹി വിധിയെഴുതാൻ പോകുന്നു. 5-ാം തീയതിയാണ് രാജ്യതലസ്ഥാനത്ത് വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. അതേസമയം ബീഹാർ ആണ് ഈ വർഷം 2025 തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന മറ്റൊരു സംസ്ഥാനം. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വലിയ തെരഞ്ഞെടുപ്പുകൾ നേരിടേണ്ട ഒരു വർഷം അല്ല 2025 എന്നതുകൊണ്ട് തന്നെ വേണമെങ്കിൽ കടുത്ത നിലപാടുകളിലേക്ക് പോകാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുന്ന ഒരു ബജറ്റായിരിക്കും 2025. പക്ഷേ നിലവിൽ തന്നെ 2024 കേന്ദ്ര ബജറ്റിലടക്കം ഇടത്തരക്കാർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകിയിരുന്നില്ല. ആദായ നികുതി ഘടനയിൽ ചില പരിഷ്കാരങ്ങൾ വരുത്തിയെങ്കിലും അത് പ്രത്യക്ഷമായി ഇടനിലക്കാരെ അല്ലെങ്കിൽ ഇടത്തരം കുടുംബങ്ങളെ സഹായിക്കുന്ന ഒന്നായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആദായ നികുതി സ്ലാബ് ഉയർത്തും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ER രാഗേഷാണ് തുടരുന്നത്. രാഗേഷ്, ഇപ്പോൾ ധനമന്ത്രാലയത്തിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ് 8:30 ഏതായാലും ധനമന്ത്രി വസതിയിൽ നിന്ന് തിരിച്ചത്. തുടർന്ന് ധനകാര്യ മന്ത്രാലയം സ്ഥിതി ചെയ്യുന്ന നോർത്ത് ബ്ലോക്കിലെത്തി. അതിനുശേഷം ഇപ്പോൾ മാധ്യമങ്ങളുമായി കണ്ടു. സഹമന്ത്രിക്കൊപ്പമാണ് മാധ്യമങ്ങളെ കണ്ടത്. അതിനുശേഷം ഇപ്പോൾ ഏതായാലും ധനമന്ത്രി രാഷ്ട്രപതി ഭവനിലേക്ക് തിരിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും രാഷ്ട്രപതിയുമായി ഇത്തരമൊരു കൂടിക്കാഴ്ച ബജറ്റ് അവതരണത്തിന് മുമ്പ് പതിവാണ്. ഇതിനുശേഷമാണ് ഇനി ധനമന്ത്രാലയത്തിൽ എത്തിയ ശേഷം തുടർന്ന് പാർലമെന്റിലെത്തും. ഇതിനുശേഷമുള്ള നടപടിക്രമം പ്രധാനമായും കേന്ദ്ര മന്ത്രിസഭ ചേരുക എന്നുള്ളതാണ്. കേന്ദ്ര മന്ത്രിസഭ ചേർന്ന് കഴിഞ്ഞ് ഈ ബജറ്റിലെ വിശദാംശങ്ങളൊക്കെ തന്നെ അറിയിക്കും. ഒപ്പം തന്നെ ബജറ്റിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകുകയും ചെയ്യും. തുടർന്ന് 11 മണിയോടുകൂടി ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കും. ഏതായാലും ഈ ബജറ്റ് സ്വാഭാവികമായും 3-ാം മോദി സർക്കാരിന്റെ 2ാം ബജറ്റാണ്. മാത്രവുമല്ല സാമ്പത്തിക രംഗം വലിയ മാന്ദ്യം നേരിടുന്ന ഘട്ടത്തിലാണ് ഈ ബജറ്റ് അവതരിപ്പിക്കുന്നത്. എന്തുകൊണ്ട് തന്നെ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും, പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് വിപണിയിലേക്ക് കൂടുതൽ പണം എത്തുന്ന തരത്തിൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും മധ്യവർഗത്തിന് പരിഗണന ഇത്തവണ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം ഇന്നലെ പാർലമെന്റിൽ നരേന്ദ്രമോദി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രധാനമായും മഹാലക്ഷ്മി മധ്യവർഗത്തെയും സാധാരണക്കാരെയും അനുഗ്രഹിക്കട്ടെ, കടാക്ഷിക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ നയപ്രഖ്യാപന പ്രസംഗം രാഷ്ട്രപതി അതിൽ 8 തവണയാണ് മധ്യവർഗം എന്ന വാക്ക് ഉപയോഗിച്ചത്. ഇതിന് മുൻപുള്ള ബജറ്റിലാകട്ടെ അത്തരമൊരു പരാമർശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും മധ്യവർഗത്തിന് കാര്യമായ പരിഗണന ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ബജറ്റിലൊക്കെ തന്നെ ആദായ നികുതിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് പ്രത്യക്ഷത്തിൽ വലിയ പ്രകടമായിരുന്നില്ല. പക്ഷേ ഇത്തവണ ഏതായാലും ആദായ നികുതിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും, സ്ലാബുകളിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. പ്രത്യേകിച്ച് 10 ലക്ഷത്തിന് താഴെയുള്ളവർക്ക് നികുതിയിൽ നിന്ന് ഒഴിവാക്കും തുടങ്ങിയ വിവരങ്ങളുണ്ട്. അത്തരം സൂചനകൾ ഇപ്പോൾ ചില വാർത്താ ഏജൻസികളൊക്കെ തന്നെ ഈ ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കൂടാതെ തെരഞ്ഞെടുപ്പ് ഇത്തവണ ഉള്ള പ്രധാനപ്പെട്ട സംസ്ഥാനം ബീഹാർ തന്നെയാണ്. കഴിഞ്ഞ ബജറ്റ് നോക്കുകയാണെങ്കിൽ ബീഹാറിനും ആന്ധ്രാപ്രദേശിനുമായിരുന്നു ഏറ്റവും കൂടുതൽ വാരിക്കോരി നൽകിയത്. ബജറ്റിൽ ബീഹാറിനും ആന്ധ്രാപ്രദേശിനുമായിരുന്നു. പ്രത്യേകിച്ച് ആ 2 സംസ്ഥാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് സഖ്യകക്ഷികളുടെ പിന്തുണയോടുകൂടി ഭരിക്കുന്ന സംസ്ഥാനമാണ്. ആന്ധ്രയാണെങ്കിൽ ഈ NDAയിലെ 2ാമത്തെ കക്ഷിയാണ്. ബീഹാർ ആകട്ടെ നിതീഷ് കുമാറാണ് ഭരിക്കുന്നത്. അവിടെ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. JDU ഇതിനോടകം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബീഹാറിന് കഴിഞ്ഞ വർഷത്തേക്കാൾ ബജറ്റിൽ പരിഗണന വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ വർഷം സെപ്റ്റംബർ മാസത്തോടുകൂടി ബീഹാർ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ബീഹാറിന് എന്ത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ കൂടി നിലവിലുണ്ട്. ഏതായാലും നിലവിൽ രാഷ്ട്രപതി ഭവനിൽ ഇപ്പോൾ ധനമന്ത്രി എത്തിയിരിക്കുന്നു. രാഷ്ട്രപതിയുമായുള്ള കൂടിക്കാഴ്ച, അതിനുശേഷം സ്വാഭാവികമായും ധനമന്ത്രാലയത്തിൽ എത്തി ഉടൻ തന്നെ പാർലമെന്റിലേക്ക് ധനമന്ത്രി തിരിക്കുകയും ചെയ്യും. ഇപ്പോൾ ബജറ്റ് പാർലമെന്റിലേക്ക് ബജറ്റിന്റെ കോപ്പികളടക്കം എത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലങ്ങളായുള്ള ബജറ്റ് അവതരണ രീതികളിലൊക്കെ വലിയ മാറ്റങ്ങൾ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം നടത്തിയിരുന്നു. ഇപ്പോൾ ഡിജിറ്റൽ ബജറ്റ് ആണ് അവതരിപ്പിക്കുന്നത്. ടാബ് ആണ് ഈ ബജറ്റ് അവതരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ധനമന്ത്രി രാഷ്ട്രപതിയെ കാണുന്നതിന് വേണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. ദ്രൗപദി മുർമുവുമായുള്ള കൂടിക്കാഴ്ച, അതിനുശേഷം പിന്നീട് പാർലമെന്റിലേക്ക് എത്തും. പാർലമെന്റിൽ ക്യാബിനറ്റ് കേന്ദ്രമന്ത്രിസഭ ചേർന്നുകൊണ്ട് ബജറ്റിന് അനുമതി നൽകും. അതിനുശേഷം 11 മണിയോടുകൂടി ബജറ്റ് അവതരിപ്പിക്കുകയും ചെയ്യും. അതിനിടെ ബജറ്റിന്റെ പകർപ്പുകൾ എംപിമാർക്കടക്കം പ്രതിനിധികൾക്കടക്കം നൽകുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. ബജറ്റ് അതീവ രഹസ്യമായി തയ്യാറാക്കുന്ന ഒന്നാണ്. വളരെ അപൂർവമായി മാത്രമാണ് ബജറ്റ് ഇന്ത്യയുടെ
ബജറ്റ് ചോർന്ന ചരിത്രവും ഉള്ളത്. അത്തരത്തിൽ ദിവസങ്ങളായി ധനമന്ത്രാലയത്തിലെ നൂറുകണക്കിന് ഉദ്യോഗസ്ഥരുടെ പ്രയത്നം കൂടിയാണ് ബജറ്റ് തയ്യാറാക്കുക എന്നത് അതിസങ്കീർണമായ ഒന്നാണ്. പ്രത്യേകിച്ച് വിവിധ സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങളടക്കം പരിഗണിക്കുകയും അത് ഏകോപിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് തയ്യാറാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ഡോക്യുമെന്റ് കൂടിയായി ബജറ്റ് മാറുന്ന പശ്ചാത്തലമുണ്ട്. അല്പസമയത്തിനകം തന്നെ ധനമന്ത്രി രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷം തിരികെ എത്തുകയും ചെയ്യും. 11 മണിക്ക് പാർലമെന്റിൽ ധനമന്ത്രിയുടെ 8ാമത്തെ ബജറ്റ്, ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ 8ാമത്തെ ബജറ്റാണ്. തുടർച്ചയായ ബജറ്റ് അവതരണം ആണ് നടക്കാൻ പോകുന്നത്. ഇന്നലെ പ്രധാനമന്ത്രി തന്നെ സൂചിപ്പിച്ച വാക്കുകളിൽ ഇടത്തരക്കാർക്ക് ആശ്വാസമാകുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. എന്നാൽ അത് എങ്ങനെ എന്നതിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ആദായ നികുതി സ്ലാബുമായി ബന്ധപ്പെട്ട് പുതിയ ഓപ്ഷനുകൾ ഉൾപ്പെടെ തിരഞ്ഞെടുക്കാനുള്ള അവസരങ്ങൾ നൽകുന്നുണ്ടായിരുന്നു. അങ്ങനെ പുതിയ ആദായ നികുതി രീതിയിലേക്ക് മാറിയവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിച്ച സാഹചര്യമുണ്ടായിരുന്നു. ഇത്തവണ 10 ലക്ഷം രൂപ വരെ ആദായ നികുതി സ്ലാബ് ഉയർത്തിയേക്കും എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കൂടുതൽ പണം, അതായത് 10 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനം ഉള്ളവർ നികുതിയായി നൽകേണ്ട പണം അവർക്ക് സമ്പാദ്യത്തിൻ്റെ ഭാഗമാക്കാൻ കഴിയും. ആ സമ്പാദ്യത്തിൻ്റെ ഭാഗമാക്കിയാൽ ആ തുകയിൽ ഒരു നിശ്ചിത ശതമാനം അവർ ചെലവഴിക്കും. അങ്ങനെ ചെലവഴിക്കുമ്പോൾ അത് വിപണിയെ കൂടുതൽ കരുപ്പിടിപ്പിക്കും എന്നാണ് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ നികുതി ഘടനയിൽ, അതായത് കേന്ദ്ര സർക്കാരിന് നികുതി വരുമാനത്തിൽ ഗണ്യമായ കുറവാണ് ഇതിലൂടെ സംഭവിക്കുക എന്നതാണ് മറ്റൊരു വസ്തുത. കേന്ദ്ര സർക്കാരിനെയും മറ്റ് സർക്കാരുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകളിൽ ഒന്ന് വ്യക്തിഗത നികുതി എന്നതാണ്. അതായത് ഈ കുടുംബങ്ങൾ ഉൾപ്പെടെ മിഡിൽ ക്ലാസ് അടക്കം നൽകുന്ന നികുതി എന്നതാണ്. ആ നികുതി ഇല്ലാതാകുമ്പോൾ ബജറ്റ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് നടത്തിപ്പിന് കൂടുതൽ പണം കണ്ടെത്തേണ്ടതായി വരും. അതിനെന്ത് മാർഗങ്ങൾ എന്നതുകൂടി ആശ്രയിച്ചായിരിക്കും ഇത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് ഇതെല്ലാം തന്നെ അഭ്യൂഹങ്ങൾ മാത്രമാണ്, ഊഹക്കണക്കുകൾ മാത്രമാണ്. ഇത്തരത്തിൽ ഉയർത്തുമോ എന്നത് ബജറ്റ് അവതരണത്തിൽ മാത്രമേ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ബജറ്റ് അവതരണ ഘട്ടത്തിലെല്ലാം ഇങ്ങനെ ഇടത്തരക്കാർക്ക് വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എങ്കിൽ പോലും അത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടില്ല. അത് സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെട്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴും സാമ്പത്തിക ഭദ്രതയുണ്ട് എന്ന് അവകാശപ്പെടുമ്പോൾ പോലും സാമ്പത്തിക വളർച്ചയിൽ രാജ്യം പിന്നിൽ പോയിരിക്കുന്നു എന്നുള്ളതാണ്. 6.8% വളർച്ചയാണ് പ്രതീക്ഷിത വളർച്ച എന്നത്. അത് തന്നെ കൈവരിക്കാനാകുമോ എന്നതിൽ ഉറപ്പില്ല. കോവിഡ് കാലത്തേതിനേക്കാൾ മോശം പ്രകടനം രാജ്യം കാഴ്ചവെക്കുന്ന സാഹചര്യം കൂടിയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ബജറ്റ് പ്രധാനപ്പെട്ടതായി മാറാനും പോകുന്നത്. കഴിഞ്ഞ ബജറ്റുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും എന്നത് അല്പസമയത്തിനകം നമുക്ക് അറിയാൻ സാധിക്കും. സാമ്പത്തിക സർവേ റിപ്പോർട്ടിലടക്കം വ്യക്തമാക്കിയിട്ടുള്ളത് രാജ്യത്തിൻ്റെ നിർമ്മാണ മേഖല വലിയ പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളതാണ്. കൺസ്ട്രക്ഷൻ മേഖലയിലടക്കം വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. വീടുകളുടെ നിർമ്മാണം, വിൽപ്പന അടക്കം ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു എന്ന കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. കോർപ്പറേറ്റ് നിക്ഷേപം രാജ്യത്ത് മന്ദഗതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ കോർപ്പറേറ്റ് നിക്ഷേപങ്ങൾക്ക് തയ്യാറാകുന്നില്ല. വൻകിട കമ്പനികൾ കൂടുതൽ വായ്പകൾ സമാഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ധൈര്യം കാണിക്കുന്നില്ല, കോൺഫിഡൻസ് കാണിക്കുന്നില്ല. അത് തൊഴിലവസരങ്ങൾ ഇല്ലാത്ത സാഹചര്യമുണ്ടാക്കും എന്നിങ്ങനെയൊക്കെയുള്ള നിരീക്ഷണങ്ങൾ പുറത്തു വരുമ്പോൾ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ ബജറ്റ് കാത്തിരിക്കുന്നത്. 24,000 കോടി രൂപയുടെ പാക്കേജ് ആണ് കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ ഇരകൾക്ക് അവരുടെ പുനരധിവാസം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള 2,000 കോടിയുടെ പാക്കേജാണ്. കേന്ദ്ര ബജറ്റിനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മധ്യകേരളത്തിലെ റബ്ബർ കർഷകർ. സംസ്ഥാന സർക്കാർ താങ്ങുവില ആവശ്യപ്പെടുമ്പോഴും അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിച്ച് വില വർധനവിന് സാഹചര്യം ഒരുക്കണം എന്നാണ് കർഷകരുടെ ആവശ്യം. എന്തായാലും കേന്ദ്ര ബജറ്റ് വരാനിരിക്കെ സംസ്ഥാനത്തെ കർഷകരും വലിയ പ്രതീക്ഷയിലാണുള്ളത്. പ്രത്യേകിച്ച് റബ്ബർ മേഖല, കോട്ടയത്തെ സംബന്ധിച്ച് കാലങ്ങളായി കേന്ദ്ര ബജറ്റിലും സംസ്ഥാന ബജറ്റിലും ഒക്കെ അവർ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ്. അവർക്ക് വില, അതായത് ഈ ഉൽപാദന ചെലവിനനുസരിച്ച് വില വേണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ അവർ പ്രകടിപ്പിക്കുന്നവരാണ്. ഇത്തവണയും അതേ ആഗ്രഹം തന്നെ അവർക്കൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം പാമ്പാടിയിലാണ്, ഒരു റബ്ബർ തോട്ടത്തിലാണ്. ഇവരെല്ലാവരും റബ്ബർ കർഷകരാണ്. നമുക്ക് അവരോട് ചോദിക്കാം, എന്താണ് നിങ്ങളുടെ ഇത്തവണത്തെ ഒരു പ്രതീക്ഷ? ഈ റബ്ബറിന് ഇപ്രാവശ്യം വില കൂടുന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. ഈ വിലയ്ക്ക് നമുക്ക് ജീവിത ചെലവുകളൊന്നും മുന്നോട്ട് പോകത്തില്ല. കാര്യം
കൂലി കൂടുതലാണ്. അതിനനുസരിച്ചുള്ള റബ്ബറിന് വിലയില്ല. വെട്ടുകാരനെ കിട്ടാനില്ല. ഒരു സഹായം ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഒരു സഹായമില്ല, മുന്നോട്ട് പോകാനൊക്കത്തില്ല. അതാണ്. ഇടയ്ക്കൊന്ന് വില കൂടിയപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ഹാപ്പി ആയിരുന്നു അല്ലേ? അതെ. ഇടയ്ക്കുള്ള വില എന്ന് പറയുമ്പോൾ ഇതിനകത്തുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചിട്ട് കൂലിയും കൂടി, അതോടൊപ്പം തന്നെ നമ്മുടെ വളം ഇതിനെല്ലാം വില കൂടി. അതിനാനുപാതികമായിട്ടുള്ള ഒരു സംവിധാനം നമുക്ക് ഉണ്ടായാൽ മാത്രമേ ശരിയാവുള്ളൂ. മിനിമം ഒരു 250 രൂപയെങ്കിലും കിട്ടിയില്ല എങ്കിൽ നമുക്കിത് മുതലാകാത്ത അവസ്ഥയാണ്. അതിനേക്കാളുപരി ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ മേഖലയിലെ മുഴുവൻ തോട്ടങ്ങളും വെട്ടാതെ കിടക്കുക. അതെല്ലാം ഈ തോട്ടമെല്ലാം വെട്ടാതെ കിടക്കുന്നതാണ്. അവിടെ ഉള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തൊഴിൽ ബാങ്കോ എന്തെങ്കിലും അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ റബ്ബർ ബോർഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ കൂടി ചെയ്തു വന്നാൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. മിനിമം ഒരു 250 രൂപയെങ്കിലും കിട്ടിയാൽ മാത്രമേ ഇപ്പം മുതലാവുള്ളൂ. വെട്ടുകൂലി ഇപ്പോൾ തന്നെ ഇവിടെ 3 രൂപയായി, 3.5 രൂപ വേണമെന്നാണ് ഇപ്പം അവരവകാശപ്പെടുന്നത്. അപ്പം അങ്ങനെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. ഇതിനെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ റബ്ബർ ബഡ്ജറ്റിൽ നമുക്ക് അനുകൂലമായൊരു സംവിധാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേ അതിൽ കാത്തിരിക്കുകയാണ്. ഈ ഇടയ്ക്ക് വില കൂടിയപ്പോൾ എല്ലാവരും വില കൂട്ടി എന്ന് പറഞ്ഞു. വില കുറഞ്ഞപ്പോൾ പക്ഷേ കൂലി കുറയുന്നുണ്ടാവില്ല. അപ്പം കൂടുതൽ അതൊരു പ്രശ്നം ഉണ്ടാവില്ലേ? അതൊരു പ്രശ്നമാണ്. എന്നാലും താങ്ങുവിലയായിട്ട് ഒരു 300 രൂപയെങ്കിലും ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. ഈ ചേട്ടാ, ഈ കേരളം ഒരു 1000 കോടിയൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിലസ്ഥിരതാ ഫണ്ട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന്. എന്താണൊരു പ്രതീക്ഷ? ഇതിന് നമ്മുടെ നാട്ടുമ്പുറത്ത് പറഞ്ഞാൽ ഈ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുക എന്ന് പറയും. സംസ്ഥാന ഗവൺമെന്റ് ഇവിടുത്തെ റബ്ബർ കർഷകർക്ക് അടിസ്ഥാന വില 250 രൂപ നൽകാമെന്ന് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നൽകിയതാണ്. ആ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നൽകി ഇന്നിപ്പോൾ വിപണിയിൽ 180 രൂപയ്ക്ക് മുകളിൽ വിലയുണ്ട്. ഇപ്പോഴും ഈ റബ്ബറിന്റെ അടിസ്ഥാന വില ഒരു 200 രൂപയ്ക്ക് മുകളിലെങ്കിലും സംസ്ഥാന സർക്കാർ ഉയർത്തിയിട്ടാണ് ഇത് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ ഇവിടുത്തെ റബ്ബർ കർഷകരെ സംരക്ഷിക്കാനാണെന്ന് പറയാം. ഇതിപ്പോൾ വെറും പ്രഹസനമാണ്. ഇത്തരത്തിലുള്ള ഇത്തരം നടപടികൾ ഈ ആവശ്യം കൊണ്ട് പരിഹാരം ഉണ്ടാവില്ല. എന്താണ് വേണ്ടത്? ഇതൊരിക്കലും പ്രായോഗികമായിട്ടുള്ള ഒരു സംഭവമല്ല. എന്നാൽ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു എന്ന് പറയും. ഇവിടുത്തെ കേരളത്തിലെ റബ്ബർ കർഷകർ ഈ ബഡ്ജറ്റിനെ നോക്കിക്കാണുന്നത് ഇന്ന് ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് കാർഷിക മേഖലയിൽ മറ്റു മേഖലകളിലൊക്കെയും ഈ പറയുന്ന മെക്കനൈസേഷൻ, യന്ത്രവൽക്കരണ കാര്യമായി ഉണ്ടെങ്കിൽ റബ്ബർ മേഖലയിൽ അതിന് കാര്യമായ ഒരു പ്രാധാന്യം ഉണ്ടാകുന്നില്ല. ഈ ബഡ്ജറ്റിലെങ്കിലും ഇവിടുത്തെ കർഷകർ ഈ പറയുന്ന റബ്ബർ മേഖലയിലെ യന്ത്രവൽക്കരണ പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു സഹായം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ കോമ്പൗണ്ട് റബ്ബറിൻ്റെ ഇറക്കുമതി, ഇവിടുത്തെ നാച്ചുറൽ റബ്ബറിന് 25% ഉള്ളപ്പോൾ കോമ്പൗണ്ട് റബ്ബറിന് 10% മാത്രമേ ഉള്ളൂ. ആദ്യ കാലഘട്ടങ്ങളിൽ കൃത്യമായി പറയുന്ന റബ്ബർ കണ്ടന്റ് കുറവായിരുന്നുവെങ്കിൽ ഇറക്കുമതിയുടെ ടാക്സ് കൂട്ടണം എന്നുള്ളതാണ്. അതാണ് ഈ പറയുന്ന കോമ്പൗണ്ട് റബ്ബറിന്റെ നികുതി 25% വർദ്ധിപ്പിക്കുന്ന ഒരു നടപടി ഈ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്നുള്ള ഒരു ഏതാണ്ട് കുറച്ചൊരു കഴിഞ്ഞ പ്രാവശ്യം അത് സംഭവം 10% എത്തിയിരുന്നു. പക്ഷേ 10% എത്തിയപ്പോൾ ടയർ കമ്പനികൾ കൂടുതൽ റബ്ബർ കണ്ടന്റ് കൂട്ടിക്കൊണ്ട് കോമ്പൗണ്ട് റബ്ബറിന്റെ ഇറക്കുമതി വലിയ തോതിൽ വർദ്ധിപ്പിച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പറയുന്ന ടയർ കമ്പനികൾക്ക് കുറഞ്ഞ നിരക്കിൽ ഇത്തരത്തിൽ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ സ്വാഭാവിക റബ്ബറിന് വില വർദ്ധിക്കുകയില്ല. ഇവിടുത്തെ റബ്ബർ കർഷകരെ സംരക്ഷിക്കാൻ ഇന്ത്യയിൽ ആകമാനം ഈ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ, കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഒരു വിലസ്ഥിരതാ ഫണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് അങ്ങനെയൊക്കെയുള്ള പല ഇടപെടലിലൂടെ ഈ വില വർദ്ധിപ്പിക്കാനുള്ള നീക്കം ഉണ്ടാവണം. സ്വാഭാവികമായിട്ടും അത് മാത്രമേ പ്രായോഗികമാവുള്ളൂ. അതായത് ഇന്ത്യയിൽ ആകമാനം റബ്ബർ കൃഷി ചെയ്യുമ്പോൾ ഈ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലും കേരളത്തിലെയും റബ്ബർ കൃഷിയുടെ രീതികൾ വ്യത്യാസമുണ്ട്. നോർത്ത് ഈസ്റ്റിൽ കോടിക്കണക്കിന് രൂപ കർഷകർക്ക് സബ്സിഡി നൽകിക്കൊണ്ട് കൃഷി ചെയ്യുമ്പോൾ കേരളത്തെ സംബന്ധിച്ചോളം ഇവിടുത്തെ കർഷകൻ അവന്റെ അധ്വാനത്തിൽ നിന്നാണ് ഈ റബ്ബർ കൃഷി വികസിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മേഖലയിലേക്കുള്ള ചൂഷണങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന വൻകിട കമ്പനികൾ ഈ നികുതി വെട്ടിച്ചുകൊണ്ട് നടത്തുന്ന ഈ ഇറക്കുമതി, ഇതിനെ നിയന്ത്രിക്കാൻ ആവശ്യമായ ഒരു കൃത്യമായ നടപടി ഉണ്ടായെങ്കിൽ മാത്രമേ, ആ നടപടി ഉണ്ടാകുന്നത് ഈ ബഡ്ജറ്റിലാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. കാരണം ഈ റബ്ബറും തോട്ടങ്ങളെല്ലാം ഇപ്പോൾ വെറുതെ കിടക്കുകയാണ്. ഈ മനുഷ്യരുടെയൊക്കെ ജീവിതം, പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ ഒരുപാട് മനുഷ്യരുടെ ജീവിതം ഇത്തരം തോട്ടങ്ങളിലൂടെയാണ് രൂപപ്പെട്ടിരുന്നത്. അത് ഇന്ന് പല ഘട്ടത്തിലായി, പല കാലങ്ങളായി പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധിക്ക് പരിഹാരം കേന്ദ്ര ബജറ്റിലൂടെ അവർ പ്രതീക്ഷിക്കുകയാണ്. മധ്യകേരളത്തിലെ റബ്ബർ കർഷകർ ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ബജറ്റ് അവതരണത്തെ നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് 250 രൂപ എങ്കിലും കുറഞ്ഞത് 1 കിലോ റബ്ബറിന് ലഭിച്ചുവെങ്കിൽ മാത്രമേ ഈ കാർഷിക മേഖല നിലനിൽക്കുകയുള്ളൂ എന്നാണ് കേരളത്തിലെ കർഷകർ പറയുന്നത്. റബ്ബർ ടാപ്പിങ്ങിനടക്കം
തൊഴിലാളികളെ ലഭിക്കാത്ത സാഹചര്യമുണ്ട്. അങ്ങനെ തൊഴിലാളികൾക്ക് കൂലി നൽകുന്നതിനുള്ള പണം പോലും റബ്ബർ ഉൽപ്പന്നത്തിൽ നിന്ന് കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് റബ്ബർ കർഷകർ നേരിടുന്ന പ്രതിസന്ധി. അതുകൊണ്ട് തന്നെ നിരവധി തോട്ടങ്ങൾ ഇപ്പോൾ റബ്ബർ ടാപ്പിംഗ് നടത്താതെ മരങ്ങൾ നശിച്ചു പോകുന്ന സാഹചര്യം കൂടി ആണ് ഉള്ളത്. അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ഒപ്പം പല സംസ്ഥാനങ്ങളും റബ്ബർ കർഷകർക്ക് വലിയ സബ്സിഡികൾ ഉൾപ്പെടെ നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ റബ്ബർ കർഷകർ പിടിച്ചു നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. റബ്ബർ കർഷകർക്കായുള്ള പ്രത്യേക പദ്ധതി, ക്ഷേമ പദ്ധതികൾ ബജറ്റിലുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് പത്തനംതിട്ട MP ആന്റോ ആന്റണി. കേരളം വളരെയേറെ ഈ ബഡ്ജറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെ അടിത്തറയാണ് റബ്ബർ. കേന്ദ്ര ഗവൺമെന്റിന്റെ നയവൈകല്യം കൊണ്ടും വ്യവസായികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന നിയന്ത്രണമില്ലാത്ത അനിയന്ത്രിതമായ റബ്ബർ ഇറക്കുമതി കൊണ്ടും അതുപോലെ തന്നെ കർഷകർ കൊടുക്കേണ്ട സബ്സിഡികളെല്ലാം നിർത്തൽ ചെയ്യുകയും ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് പോലും കൊടുക്കാതെ അവരെ പരമാവധി തകർക്കുകയും ചെയ്യുന്ന ആ നിലപാടിൽ നിന്നും മാറി ഇത്തവണ റബ്ബർ കർഷകർക്ക് അനുകൂലമായി എന്തെങ്കിലും ഉണ്ടാകും എന്ന് ആണ് പ്രതീക്ഷിക്കുന്നത്. ശബരിപാത കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. യഥാർത്ഥത്തിൽ അതിന് ഇടയ്ക്കുണ്ടായ ഒരു തടസ്സം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആ റെയിൽപാതയുടെ 50% ഗവൺമെന്റ് ഏറ്റെടുക്കാമെന്നുള്ള അഷുറൻസ് സെൻട്രൽ ഗവൺമെന്റ് കൊടുത്തതാണ്. അത് ഫോളോ ചെയ്യുന്നതിൽ ഇടതുമുന്നണി ഗവൺമെന്റ് വരുത്തിയൊരു വീഴ്ച. വർഷങ്ങളോളം അതേ സംബന്ധിച്ച് റെസ്പോണ്ട് ചെയ്യാതെ കഴിഞ്ഞ ഒരു വർഷം മുമ്പാണ് അതേ സംബന്ധിച്ച് 50% ഏറ്റെടുക്കാമെന്നുള്ള ഒരു റെസ്പോണ്ട് കേന്ദ്ര ഗവൺമെന്റിലേക്ക് നടത്തിയത്. അതിനിടയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും പലതരത്തിലുള്ള ഇതിന് ഗുണകരമല്ലാത്ത പല നിർദ്ദേശങ്ങളും ഉണ്ടായി. നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്കമാലി, എരുമേലി, ശബരിപാത സമയബന്ധിതമായി പൂർത്തീകരിക്കണം. കേരളമേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പദ്ധതികളിൽ ഒന്നാണ് ശബരിപാത. ഒപ്പം ശബരിമലയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട പിൽഗ്രിം ടൂറിസവുമായി ബന്ധപ്പെട്ട സർക്യൂട്ടുകൾ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ ശബരിമലയെ കൂടി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പാക്കേജുകൾ ഉണ്ടാകുമോ എന്ന് ഉറ്റുനോക്കുന്നുണ്ട്. ഒപ്പം മലയോര കർഷകർ, നേരത്തെ ആന്റോ ആന്റണിയാണ്, പത്തനംതിട്ട MP ആണ് പ്രതികരിച്ചത്. പത്തനംതിട്ട മലയോര കർഷകർ ഉൾപ്പെടെ വരുന്ന ലോക്സഭാ മണ്ഡലമാണ്. നിരവധി റബ്ബർ കർഷകർ ഉൾപ്പെടെയുള്ളവർ ആ മണ്ഡലത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അനുകൂലമാകുന്ന പാക്കേജുകൾ ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവച്ചത്. ഇടവേള. മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാം ബജറ്റ് അവതരിപ്പിക്കുകയാണ്. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ 8ാമത്തെ ബജറ്റ്. ഇത് റെക്കോർഡാണ്. നേരത്തെ തന്നെ നിർമ്മല സീതാരാമൻ തുടർച്ചയായി ബജറ്റുകൾ അവതരിപ്പിച്ച് റെക്കോർഡ് നേടിയിരുന്നു. കാരണം മൊറാർജി ദേശായി ആയിരുന്നു തുടർച്ചയായി 6 ബജറ്റുകൾ അവതരിപ്പിച്ചത് 1959 മുതൽ 64 വരെ. ആ റെക്കോർഡ് നിർമ്മല സീതാരാമൻ മറികടന്നിരുന്നു. ഏതായാലും ഇന്ന് 8ാം ബജറ്റ് നിർമ്മല അവതരിപ്പിക്കുമ്പോൾ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് സാമ്പത്തിക മാന്ദ്യം നിലവിലുണ്ട്. അപ്പോൾ അത് മറികടക്കാൻ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും, പ്രത്യേകിച്ച് ഇടത്തരക്കാർക്ക്, എല്ലാ വിഭാഗം ജനങ്ങൾക്ക്, അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റുകൾ മുതൽ സാധാരണക്കാർ വരെയുള്ളവർ ഈ ബജറ്റ് പ്രധാനമായും ഉറ്റുനോക്കുകയാണ്. ഏതായാലും മധ്യവർഗത്തിന് കാര്യമായി പരിഗണന നൽകിക്കൊണ്ടുള്ള ഒരു ബജറ്റായിരിക്കും ഇത് എന്ന സൂചനകൾ ഇന്നലെ തന്നെ സർക്കാർ നൽകിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട കാര്യം ലക്ഷ്മി പാവപ്പെട്ടവരെയും ഒപ്പം തന്നെ മധ്യവർഗത്തെയും അനുഗ്രഹിക്കട്ടെ എന്ന പരാമർശമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. മാത്രവുമല്ല, നയപ്രഖ്യാപന പ്രസംഗത്തിലും ഇക്കാര്യം വ്യക്തമായിരുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ 8 തവണയാണ് അവർ മധ്യവർഗം എന്ന് പരാമർശം നടത്തിയത്. ഇതിനു മുമ്പുള്ള ബജറ്റിൽ അത്തരം മധ്യവർഗം എന്നുള്ള വാക്ക് അവർ ഉപയോഗിച്ചിരുന്നില്ല. പക്ഷേ ഇന്നലെ അവതരിപ്പിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഏതായാലും 8 തവണ മധ്യവർഗം എന്ന വാക്ക് ഉപയോഗിച്ചു. ഇന്ത്യയുടെ പുരോഗതിക്ക് മധ്യവർഗത്തിന്റെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കണം എന്ന പരാമർശം പോലും ഇന്നലെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഭാഗമായുണ്ട്.
മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ രണ്ടാമത്തെ ബജറ്റ് അവതരണത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. അതിനുശേഷം കേന്ദ്ര ക്യാബിനറ്റ് ചേരുകയും ബജറ്റിന് അംഗീകാരം നൽകുകയും ചെയ്യും. 11 മണിക്കാണ് ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത്. നിർമ്മല സീതാരാമന്റെ 8ാമത്തെ ബജറ്റ് ആണ് അവതരിപ്പിക്കുന്നത്. രാജ്യം സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ അടക്കം കടന്നുപോകുന്ന ഘട്ടത്തിൽ ആണ് ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്നത്. രാജ്യത്തെ വളർച്ചാ നിരക്ക് ഗണ്യമായി ഇടിഞ്ഞ പശ്ചാത്തലത്തിൽ എന്തൊക്കെ ക്ഷേമ പദ്ധതികൾ, സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കൃത്യമായ പദ്ധതി നിർദ്ദേശങ്ങൾ കേന്ദ്രത്തിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് MP ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കേരളത്തിന് അനുകൂലമാകുന്ന പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നു എന്നും അദ്ദേഹം പ്രതികരിച്ചു. ദീർഘകാലമായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളുമുണ്ട്. കേരളത്തിന് വേണ്ടി 24,000 കോടി രൂപയുടെ പാക്കേജ്, ദേശീയപാതയ്ക്ക് വേണ്ടി നമ്മൾ നൽകിയിട്ടുള്ള 6,000 കോടി രൂപ വായ്പാ പരിധിയിൽ നിന്ന് മാറ്റിവെക്കുക, വിഴിഞ്ഞത്തിന് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ്, ഇപ്പോഴത്തെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഈ വന്യമൃഗ ശല്യം കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള പ്രത്യേക ധനസഹായം, അതുപോലെ തന്നെ കേരളത്തിന്റെ വിഭവ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് പ്രത്യേക ആനുകൂല്യങ്ങൾ, ഇതുപോലുള്ള നിരവധി ആവശ്യങ്ങൾ നമ്മൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുൻകാല ബജറ്റുകളിൽ പ്രത്യേക പാക്കേജുകൾ പ്രഖ്യാപിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കേരളം ഉറ്റുനോക്കുകയാണ്. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള സഹായത്തിന് വേണ്ടി, പ്രത്യേകിച്ച് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പോലുള്ള സ്ഥാപനങ്ങൾ കേരളത്തിന് ദീർഘകാലമായിട്ട് പരിഗണിക്കുമെന്ന് പല രീതിയിലുള്ള ഉറപ്പുകൾ നൽകിയതാണ്. പക്ഷേ ഇതുവരെ അത് യാഥാർത്ഥ്യത്തിലായിട്ടില്ല. കേന്ദ്ര സർക്കാരിന് മുന്നിൽ 24,000 കോടി രൂപയുടെ പാക്കേജ് ആണ്, പ്രത്യേക പാക്കേജ് ആണ് കേരളത്തിന്റെ ആവശ്യം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ 2,000 കോടി രൂപയുടെ സാമ്പത്തിക സഹായം അടക്കം കേരളം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. തീരശോഷണത്തിന് അടക്കം പരിഹാരം കണ്ടെത്തുന്നതിനു വേണ്ടി തുക അനുവദിക്കണം. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ അതിജീവിക്കുന്നതിനുള്ള പണം നൽകണം എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും അതോടൊപ്പം തന്നെ വിഴിഞ്ഞം പദ്ധതി കേന്ദ്രത്തിന്റെ വികസനത്തിൽ നാഴികക്കല്ലായി മാറും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന വിഴിഞ്ഞം പദ്ധതിക്ക് പ്രത്യേക സഹായം വേണം എന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ആണ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. GST നടപ്പിലാക്കിയതിനു ശേഷം സംസ്ഥാനത്ത് സാമ്പത്തിക മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. പ്രത്യേകിച്ച് രാജ്യത്തെ ഏറ്റവും വലിയ ഉപഭോക്തൃ സംസ്ഥാനം ആണ് കേരളം. അതുകൊണ്ട് തന്നെ GST നടപ്പിലാക്കുമ്പോൾ വലിയ നഷ്ടം ആണ് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കടമെടുപ്പ് പരിധി ഉയർത്തണം എന്നത് ആവശ്യമായി നിലനിൽക്കുന്നുണ്ട്. പ്രവാസി ക്ഷേമത്തിനായി പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കണം എന്ന ആവശ്യം ഉൾപ്പെടെ ആണ് സംസ്ഥാന സർക്കാർ ബജറ്റുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ എന്ന നിലയിൽ കേന്ദ്രത്തെ അറിയിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തിൻ്റെ ദീർഘകാലമായുള്ള ആവശ്യം ആയിരുന്നു പാലക്കാട് കോച്ച് ഫാക്ടറി. കോച്ച് ഫാക്ടറി പ്രതീക്ഷകൾ ഇല്ലാതായതോടെ കാട് പിടിച്ചു കിടക്കുകയാണ് കഞ്ചിക്കോട്ടെ ഏക്കർ കണക്കിന് വരുന്ന പ്രദേശം. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായിരുന്നു കഞ്ചിക്കോട്ട് കോച്ച് ഫാക്ടറി. വർഷങ്ങൾക്കിപ്പുറം സർക്കാർ ഭൂമി ഏറ്റെടുത്തിട്ട് പോലും ആ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമായില്ല. ഏറ്റെടുത്ത ഭൂമിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഇത്. കാടുകയറി നശിക്കാൻ തുടങ്ങിയിരിക്കുന്നു. 2008-09 ബജറ്റിൽ അന്ന് പദ്ധതിക്ക് അനുമതി ലഭിച്ചിരുന്നെങ്കിലും പിന്നീട് 10 വർഷങ്ങൾക്കിപ്പുറമാണ് തീർത്തും പദ്ധതി അല്ലെങ്കിൽ ആ ഒരു സ്വപ്നം ഇല്ലാതായി മാറുന്നത്. 2012-13 വർഷത്തെ ബജറ്റിൽ സംയുക്ത സംരംഭമായോ അല്ലെങ്കിൽ BPP-യിലോ പദ്ധതി നടപ്പാക്കാനും റെയിൽവേ അനുമതി നൽകിയിരുന്നു. പിന്നീട് റെയിൽവേ മന്ത്രി തന്നെ അറിയിച്ചത് ഇനി സംസ്ഥാനത്തിന് ഒരു കോച്ച് ഫാക്ടറി വേണ്ട, നിലവിൽ ഉള്ള കോച്ചുകൾക്ക് ആവശ്യമായ ഫാക്ടറികളുണ്ട്, അതുകൊണ്ട് തന്നെ ഇനി പാലക്കാട് ഈ സ്വപ്ന പദ്ധതി വേണ്ട എന്ന ഒരു നിലപാടിലേക്ക് കേന്ദ്രം എത്തുകയായിരുന്നു. റെയിൽവേ മന്ത്രി പിന്നീട് MP രാജേഷിന് അയച്ച കത്തിലടക്കം അങ്ങനെയാണ് സൂചിപ്പിച്ചത്. അതോടെ പദ്ധതിക്കായി സർക്കാർ ഏറ്റെടുത്ത ഈ ഭൂമി കാടുകയറി നശിക്കാൻ തുടങ്ങി. ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന MP-മാരെല്ലാം കോച്ച് ഫാക്ടറിക്കായിട്ട് മുറവിളി കൂട്ടുകയാണ്. ഇനി ഒരു കോച്ച് ഫാക്ടറി വീണ്ടും പാലക്കാടിന് ലഭ്യമാവുന്നുള്ള കാര്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അതിന് പകരം ലോജിസ്റ്റിക്സ് പാർക്ക്
പാലക്കാടിന് ഏറ്റവും അധികം ആവശ്യമായിട്ടുള്ളത് ലോജിസ്റ്റിക്സ് പാർക്കാണ്. ആ സ്ഥലം അതിന് ഉപയോഗപ്പെടുത്താൻ കഴിയും. റെയിൽവേ ലൈനിൻ്റെ സാമീപ്യമുണ്ട്, കൊച്ചിയായിട്ടും അതുപോലെ തന്നെ തിരുപ്പൂരുമായിട്ടുള്ള സാമീപ്യം. 1982 ഇന്ദിരാഗാന്ധിയാണ് ആദ്യമായി ഈ പാലക്കാട് കഞ്ചിക്കോട് റെയിൽവേ ഫാക്ടറി അല്ലെങ്കിൽ കോച്ച് ഫാക്ടറി എന്ന ഒരു വാഗ്ദാനം പാലക്കാടിന് നൽകുന്നത്. പിന്നീട് അനുമതി ലഭിച്ചിട്ട് പോലും മാറി മാറി വന്ന ഒരു സർക്കാരിനും അത് യാഥാർത്ഥ്യമാക്കാൻ പറ്റിയില്ല. ഈ കഞ്ചിക്കോടിന് ശേഷം ബാക്കി സംസ്ഥാനങ്ങളിൽ വന്ന പ്രഖ്യാപനം എല്ലാം പൂർണ്ണമായും അത് നടപ്പാക്കി കഴിഞ്ഞു. എന്നിട്ടും പാലക്കാടിന് മാത്രം അത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞില്ല. അന്ന് ഏറ്റെടുത്ത ഭൂമിക്ക് ചുറ്റുമതിൽ മാത്രം 6.94 കോടി രൂപ ചെലവഴിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഫാക്ടറി വരികയാണെങ്കിൽ 10,000-ലധികം പേർക്ക് തൊഴിൽ, അതുപോലെ ദക്ഷിണ മേഖലയ്ക്ക് ആവശ്യമായ റെയിൽവേ കോച്ചുകളുടെ നിർമ്മാണത്തിലൂടെ കഞ്ചിക്കോടിനെ റെയിൽവേ ഭൂപടത്തിലെ ഹബ്ബാക്കി മാറ്റൽ, ഫാക്ടറിയുടെ ഭാഗമായി കോയമ്പത്തൂർ, പാലക്കാട് മേഖലകളിൽ അനുബന്ധ ഉപകരണങ്ങളുടെ നിർമ്മാണത്തിന് ക്ലസ്റ്ററുകൾ തുടങ്ങി പല വാഗ്ദാനങ്ങളും അല്ലെങ്കിൽ പല സ്വപ്നങ്ങളും കേരളത്തിന്, പാലക്കാടിന് ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും യാഥാർത്ഥ്യമായില്ല. വർഷങ്ങൾക്ക് ഇപ്പുറവും ഈ ഫാക്ടറിക്കായി ഏറ്റെടുത്ത ഭൂമി അതിപ്പോഴും കാട് കയറി അല്ലെങ്കിൽ കാട്ടാന ശല്യം അടക്കം രൂക്ഷമായി അത്തരം ഒരു മേഖല മാത്രമായി അവശേഷിക്കുകയാണ്. നിലവിലും ഭാവിയിലും ആവശ്യമായ കോച്ച് ഫാക്ടറികൾ ഇന്ത്യയിലുണ്ടെന്ന് റെയിൽവേ മന്ത്രി വ്യക്തമാക്കുമ്പോൾ ഏറ്റെടുത്ത ഏക്കർ കണക്കിന് ഭൂമി എങ്ങനെ ഇനി ഉപയോഗിക്കാം, അല്ലെങ്കിൽ പുതിയ പദ്ധതികൾ എങ്ങനെ കൊണ്ടുവരാം എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. അതിനുവേണ്ടിയാണ് ഇനി പ്രയത്നിക്കേണ്ടതും. ക്യാമറാമാൻ പ്രജിത് കൊങ്ങാടിനൊപ്പം ആയിഷത്തുൽ ഷംന, ന്യൂസ് 18. കാലങ്ങളായി ബജറ്റ് അവതരണ ഘട്ടത്തിലടക്കം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഭൂപ്രദേശം ആണ് കഞ്ചിക്കോട്. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി എന്നത് കേരളം സ്വപ്നം കണ്ട പദ്ധതിയാണ്. പക്ഷേ ആ പദ്ധതി ഏതാണ്ട് നിലച്ചു പോകുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോഴിതാ രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് വേണ്ടി നിർമ്മലാ സീതാരാമൻ എത്തിയതിൻ്റെ ദൃശ്യങ്ങൾ ആണ്. രാഷ്ട്രപതി ഭവനിൽ നിർമ്മലാ സീതാരാമനും സഹമന്ത്രിയും ധനസഹമന്ത്രിയും എത്തിയതിൻ്റെ ദൃശ്യങ്ങൾ ആണ് കാണുന്നത്. ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി ധനമന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണ് പ്രേക്ഷകർ കണ്ടത്. അതിനുശേഷം പിന്നീട് രാഷ്ട്രപതി ഭവനിൽ നിന്ന് തിരിക്കുകയും കേന്ദ്ര ക്യാബിനറ്റ് ചേരുകയും ക്യാബിനറ്റ് ഈ ബജറ്റിന് അനുമതി നൽകുകയും ചെയ്യും. പിന്നീടാണ് ഈ ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത്. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ്റെ 8ാമത്തെ ബജറ്റ് ആണ്. ദ്രൗപദി മുർമുവുമായുള്ള കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. തീർച്ചയായും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെ നിമിഷങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു രാജ്യത്തിൻ്റെ അടുത്ത ഒരു വർഷത്തേക്കുള്ള സാമ്പത്തിക നയം അല്ലെങ്കിൽ സാമ്പത്തികമായി രാജ്യം എങ്ങനെയാണ് പണം വിനിയോഗിക്കപ്പെടേണ്ടത് എന്നതടക്കം നിശ്ചയിക്കുമ്പോൾ അതിൽ 2 വനിതകൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അത് ഒന്ന് ഇന്ത്യയുടെ പ്രഥമ വനിത രാഷ്ട്രപതിയായിട്ടുള്ള ദ്രൗപദി മുർമു, മറ്റൊന്ന് ഇന്ത്യയുടെ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് അഭിമാനം കൊള്ളുന്ന രാജ്യം കൂടിയാണ് നമ്മുടേത്. അവിടെയാണ് 2 വനിതകൾ ഏറ്റവും പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്ന രാജ്യത്തിൻ്റെ തന്നെ പ്രഥമ പൗരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന പ്രഥമ വനിത ദ്രൗപദി മുർമുവുമായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നടത്തുന്ന കൂടിക്കാഴ്ച ബജറ്റുമായി ബന്ധപ്പെട്ട ബ്രീഫിംഗ് ആണ്. ബജറ്റിനെ സംബന്ധിച്ച പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് രാഷ്ട്രപതിയുമായി പങ്കുവയ്ക്കുന്നത്. യെസ്, എന്തായാലും രാഷ്ട്രപതിയുമായുള്ള കൂടിക്കാഴ്ച പൂർത്തിയായിരിക്കുന്നു. ഇനി അടുത്ത സാങ്കേതിക നടപടി എന്നത് ബജറ്റിന് ക്യാബിനറ്റ് അപ്രൂവ് ചെയ്യേണ്ടതാണ്, അനുമതി നൽകേണ്ടതാണ്. അല്പസമയത്തിനകം കേന്ദ്ര ക്യാബിനറ്റ് ചേരുകയും ചെയ്യും. വളരെ പെട്ടെന്ന് തിരികെ എത്താം, ഒരിടവേള കൂടി. മൂന്നാം മോദി സർക്കാരിന്റെ 2ാം ബജറ്റ് അവതരിപ്പിക്കുകയാണ്. ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ 8ാമത്തെ ബജറ്റ്. ഇത് റെക്കോർഡാണ്. നേരത്തെ തന്നെ നിർമ്മലാ സീതാരാമൻ തുടർച്ചയായി ബജറ്റുകൾ അവതരിപ്പിച്ച് റെക്കോർഡ് നേടിയിരുന്നു. കാരണം മൊറാർജി ദേശായി ആയിരുന്നു തുടർച്ചയായി 6 ബജറ്റുകൾ അവതരിപ്പിച്ചത് 1959 മുതൽ 64 വരെ. ആ റെക്കോർഡ് നിർമ്മലാ സീതാരാമൻ മറികടന്നിരുന്നു. ഏതായാലും ഇന്ന് 8ാം ബജറ്റ് നിർമ്മല അവതരിപ്പിക്കുമ്പോൾ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് സാമ്പത്തിക മാന്ദ്യം നിലവിലുണ്ട്. അപ്പോൾ അത് മറികടക്കാൻ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും, പ്രത്യേകിച്ച് ഇടത്തരക്കാർക്ക്, എല്ലാ വിഭാഗം ജനങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ
കോർപ്പറേറ്റുകൾ മുതൽ സാധാരണക്കാർ വരെയുള്ളവർ ഈ ബജറ്റ് പ്രധാനമായും ഉറ്റുനോക്കുകയാണ്. ഏതായാലും മധ്യവർഗത്തിന് കാര്യമായി പരിഗണന നൽകിക്കൊണ്ടുള്ള ഒരു ബജറ്റ് ആയിരിക്കും ഇത് എന്ന സൂചനകൾ ഇന്നലെ തന്നെ സർക്കാർ നൽകിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട കാര്യം ലക്ഷ്മി പാവപ്പെട്ടവരെയും ഒപ്പം തന്നെ മധ്യവർഗത്തെയും അനുഗ്രഹിക്കട്ടെ എന്ന പരാമർശമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. മാത്രവുമല്ല, നയപ്രഖ്യാപന പ്രസംഗത്തിലും ഇക്കാര്യം വ്യക്തമായിരുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ 8 തവണയാണ് അവർ മധ്യവർഗം എന്ന് പരാമർശം നടത്തിയത്. ഇതിനു മുമ്പുള്ള ബജറ്റിൽ അത്തരം മധ്യവർഗം എന്നുള്ള വാക്ക് അവർ ഉപയോഗിച്ചിരുന്നില്ല. പക്ഷേ ഇന്നലെ അവതരിപ്പിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഏതായാലും 8 തവണ മധ്യവർഗം എന്ന വാക്ക് ഉപയോഗിച്ചു. ഇന്ത്യയുടെ പുരോഗതിക്ക് മധ്യവർഗത്തിന്റെ അഭിലാഷം കേന്ദ്ര ബജറ്റ് അവതരണത്തിന്റെ മുന്നോടിയായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. ബജറ്റിന് മുന്നോടിയായുള്ള എംപിമാരുടെ യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തില്ല എന്ന ആക്ഷേപം ആണ് കൊടിക്കുന്നിൽ സുരേഷ് MP ഉന്നയിച്ചത്. പാർലമെന്റ് സമ്മേളനം, ബഡ്ജറ്റ് സമ്മേളനത്തിന്റെ മുന്നോടിയായി മുഖ്യമന്ത്രി കേരളത്തിലുള്ള MP-മാരുടെ സമ്മേളനം നടത്തിയിട്ടില്ല. അതുകൊണ്ട് എന്തൊക്കെ പദ്ധതികളാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിൽ ബജറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയും അതുപോലെ തന്നെ വിവിധ വകുപ്പുകളിൽ നിന്ന് ലഭിക്കേണ്ട പദ്ധതികളെ സംബന്ധിച്ചുള്ള ഒരു വിവരവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു നോട്ടോ അതുമായി ബന്ധപ്പെട്ട യാതൊന്നും ഞങ്ങൾക്ക് കേരളത്തിലുള്ള MP-മാർക്ക് നൽകിയിട്ടില്ല. സാധാരണ പാർലമെന്റ് സമ്മേളനത്തിന്റെ മുന്നോടിയായി വിളിച്ചു ചേർക്കുന്ന MP-മാരുടെ സമ്മേളനം ഇത്തവണ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തൊക്കെ പദ്ധതികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നതിനെ സംബന്ധിച്ച് വലിയ വ്യക്തതയില്ല. പത്രങ്ങളിലൂടെ ധനകാര്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾക്കറിയാവൂ. അത് ഞങ്ങൾ നേരത്തെ തന്നെ എതിർത്തിട്ടുള്ളതാണ്. റെയിലിൻ്റെ ആവശ്യം കേരളത്തിലില്ല. അതിന് പകരം നിലവിലുള്ള ലൈനിൽ വേഗത കൂട്ടി ട്രെയിനുകൾ ഓടിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നടപടി വേണ്ടത്. ബജറ്റിന് സാമ്പത്തികമായ വശം മാത്രമല്ല, കൃത്യമായ രാഷ്ട്രീയ വശങ്ങൾ കൂടിയുണ്ട്. അവിടെയാണ് ഇത്തരം പ്രതികരണങ്ങൾ ഏറെ പ്രസക്തമാകുന്നത്. കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ വാക്കുകൾ അനുസരിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി MP-മാരുടെ യോഗം വിളിക്കുകയോ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ എന്ത് എന്നത് സംബന്ധിച്ച ഒരു അവലോകനം നടത്തുകയോ ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പലപ്പോഴും കേരളം നിരവധി പദ്ധതികളടക്കം ആവശ്യപ്പെടുമ്പോൾ അത് കൂടിയാലോചനകൾ നടത്താതെയാണോ ആവശ്യപ്പെടുന്നത് എന്ന വിമർശനം ഉണ്ടാകുന്നു. മാത്രവുമല്ല, കേരളത്തിന് പ്രതീക്ഷിക്കുന്ന പദ്ധതികൾ ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത്തരം ആവശ്യങ്ങൾ കേരളം മുന്നോട്ട് വെച്ചിരുന്നു എന്നതെല്ലാം അത് രാഷ്ട്രീയമായി കൂടി ചർച്ച ചെയ്യപ്പെടേണ്ട സാഹചര്യമാണ്. പതിവ് അവഗണന ഉപേക്ഷിച്ച് ഇത്തവണ കേന്ദ്രം കനിയുമെന്നാണ് പ്രതീക്ഷ പുലർത്തുന്നത് MP സന്തോഷ് കുമാർ. 24,000 കോടിയുടെ ഒരു പ്രത്യേക പാക്കേജ് കേരളത്തിന് അനുവദിക്കുക എന്നതാണ് ആ കാര്യം. അങ്ങനൊരു പാക്കേജ് എന്തുകൊണ്ടാണ് സംസ്ഥാനത്തിന് ആവശ്യമായി വരുന്നത് എന്നതിനെ സംബന്ധിച്ച വളരെ വിശദമായ ഒരു നിവേദനം തന്നെ കേരളം സമർപ്പിച്ചിട്ടുണ്ട്. GST നടപ്പാക്കപ്പെട്ടതിന് ശേഷം പ്രത്യേകിച്ചും സംസ്ഥാനങ്ങളുടെ ഈ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞിരിക്കുന്നു. ധനകാര്യ കമ്മീഷൻ തന്നെ 10ാം ധനകാര്യ കമ്മീഷൻ സംസ്ഥാനത്തിന് ഈ വിഭജിക്കാവുന്ന നികുതിയുടെ വരുമാനത്തിന്റെ ഒരു 4% കൊടുത്തിരുന്നെങ്കിൽ ഇപ്പം അതിന്റെ നേരെ പകുതിയാണ് 15ാം ധനകാര്യ കമ്മീഷൻ കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെ പല അർത്ഥത്തിലും സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യയിലാണ് നമ്മൾ നിൽക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റുകളുടെ കൂടെ എക്കണോമി ശക്തിപ്പെടുത്തിയും അതിന്റെ ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിയൊക്കെ മാത്രമേ ദേശീയ അടിസ്ഥാനത്തിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കൂ. പക്ഷെ നിർഭാഗ്യവശാൽ ഏകപക്ഷീയ സമീപനമാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ പ്രത്യേക സാഹചര്യത്തിലാണ് കേരളം 24,000 കോടിയുടെ ഒരു പാക്കേജ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഫെഡറൽ സംവിധാനം എന്ന നിലയിൽ സംസ്ഥാനങ്ങളുടെ വളർച്ച കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. സംസ്ഥാനങ്ങൾക്ക് കൃത്യമായി പരിഗണന ലഭിക്കേണ്ടതുണ്ട്. കേരളത്തിന് ഇത്തവണ അത്തരം പരിഗണന ലഭിക്കണം എന്ന ആവശ്യം ആണ് രാജ്യസഭ MP ആയിട്ടുള്ള സന്തോഷ് കുമാർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 24,000 കോടി രൂപയുടെ പാക്കേജ് കേരളം ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ GST സമ്പ്രദായം നിലവിൽ വന്നതിന് ശേഷം ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിൻ്റെ സംസ്ഥാന ഖജനാവിലേക്കുള്ള വരുമാനത്തിൽ കാര്യമായി ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന് വലിയ പ്രതിസന്ധി നേരിടുന്നു. ആ പ്രതിസന്ധിയെ മറികടക്കുന്നതിന് പ്രത്യേക പാക്കേജ് വേണം എന്ന ആവശ്യം ആണ് സംസ്ഥാനം മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നാണ് സന്തോഷ് കുമാർ പറഞ്ഞത്. ഈ ബജറ്റിൽ എങ്കിലും നിലമ്പൂർ നഞ്ചൻകോട് പാത യാഥാർത്ഥ്യം ആക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മലപ്പുറം ജില്ലക്കാർ. നിലമ്പൂരിൽ നിന്ന് വയനാട്ടിലൂടെ കർണാടകയിലെ നഞ്ചൻകോട്ടയ്ക്ക് റെയിൽവേ ലൈൻ നീട്ടണം എന്ന ആവശ്യത്തിന് 1 നൂറ്റാണ്ടോളം തന്നെ പഴക്കമുണ്ട്. ഇത്തവണയെങ്കിലും ന്യായമായ പരിഗണന ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ.
ഓരോ കേന്ദ്ര ബജറ്റിലും മലപ്പുറം ജില്ല പ്രതീക്ഷയോടെ കേൾക്കാൻ കാത്തിരിക്കുന്ന ഒന്നാണ് നിലമ്പൂർ റെയിൽവേയുടെ വികസനം. നിലമ്പൂരിലെ റെയിൽവേ പാത നഞ്ചൻകോട്ടിലേക്ക് നീട്ടാനുള്ള പദ്ധതി, അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ കേന്ദ്രം പ്രഖ്യാപിക്കുമെന്ന് ഓരോ തവണയും കരുതും. പക്ഷേ ഇതൊന്നും തന്നെ പൂർണ്ണമായിട്ടും ഫലവത്തായിട്ടില്ല. ബ്രിട്ടീഷുകാർ എവിടെ റെയിൽവേ ലൈൻ നിർത്തിയോ അവിടെ നിൽക്കുകയാണ് ഇപ്പോഴും. അതെ, വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് ബഡ്ജറ്റിനെ നോക്കിക്കാണുന്നത്. പക്ഷേ കാലങ്ങളോളം പഴക്കമുള്ളതാണ് നിലമ്പൂർ നെഞ്ചങ്കോട് റെയിൽവേ വികസനം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ മലബാർ മേഖലയിലെ ഒരു വികസന കുതിപ്പ് തന്നെ സാധ്യമാകുന്ന ഒന്നാണ് നിലമ്പൂർ നെഞ്ചങ്കോട് പാത എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ധാരാളം ആളുകളെ നമുക്ക് വയനാട് പോലുള്ള പ്രദേശങ്ങളുടെ വികസനം, അതേപോലെ തന്നെ ചരക്കു നീക്കങ്ങൾ, പ്രത്യേകിച്ച് വാണിജ്യ മേഖലയിലെ വലിയൊരു വികസനം തന്നെ ഈ മേഖലയിൽ സാധ്യമാവും. കുറച്ച് തുക നീക്കി വെക്കുന്നതല്ലാതെ അപ്പുറത്തേക്ക് മറ്റൊന്നും നമ്മൾ കാണാറില്ല. എന്താണ് ഇത്തവണത്തെ ഒരു പ്രതീക്ഷ? അല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്നാമത് ഈ പ്രദേശം അല്ലെങ്കിൽ ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള രീതി കർണാടകയായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പാതയാണ്. ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ കർണാടകയായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റിയ സ്ഥലം. ഈ ഒരു റെയിൽവേ ലൈൻ വരുന്നതോടെ സമാന്തരമായിട്ട് കർണാടകയിലേക്ക് ഒരു വഴി കൂടിയാണ് വരുന്നത്. അത് പൊതുവെ ഈ ഒരു മേഖലയ്ക്ക് വലിയ മാറ്റം ഉണ്ടാക്കൂലേ? തീർച്ചയായിട്ടും ഞങ്ങളെ ഈ മലപ്പുറത്തുകാരുടെ വലിയ പ്രതീക്ഷ തന്നെയാണിത്. ഒരുപാട് വികസനങ്ങൾ അതുവഴി ഉണ്ടാകും. കാരണം പ്രത്യേകിച്ച് ഒരു വ്യാപാര കേന്ദ്രം കൂടിയാണ് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറമൊക്കെ ഉള്ളത്. വലിയ മാറ്റം ഞങ്ങൾ ഈ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. വലിയൊരു നീക്കിയിരിപ്പിന് പ്രതീക്ഷിക്കുന്നു. കേരളത്തിൻ്റെയും കർണാടകയും ബന്ധിക്കുന്ന പ്രധാന പാതയാണ് നമ്മളെ നിലമ്പൂർ നെഞ്ചങ്കോട് എന്ന് പറഞ്ഞത്. ചരക്ക് നീക്കത്തിനും അതേമാതിരി ബിസിനസ്സിന് ആവശ്യത്തിന് പോയി വരാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു പാതയാണ്. മേഖലയെ മുഴുവൻ വലിയ പ്രതീക്ഷയോടെയാണ് ഈ ഒരു പദ്ധതി കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിലമ്പൂരിലെ മുൻ MLA PV അൻവർ പറഞ്ഞ കാര്യം കൂടി നമ്മളൊന്ന് കേൾക്കേണ്ടതുണ്ട്. നിലമ്പൂർ നെഞ്ചങ്കോടൊന്നും ഒരിക്കലും ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. കാരണം നിലമ്പൂർ നെഞ്ചങ്കോട് നല്ല രീതിയിലേക്ക് പോകുന്ന സമയത്താണ് അതിനെ വലിച്ച തലശ്ശേരി മൈസൂരിലേക്ക് കൊണ്ടുപോയത്. തലശ്ശേരി മൈസൂർ നടന്നതുമില്ല, നെഞ്ചങ്കോട് നിലമ്പൂർ കയ്യിൽ നിന്ന് പോയി. നിലമ്പൂർ മുൻ MLAക്ക് വലിയ പ്രതീക്ഷയില്ലെങ്കിലും ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ ഒരു മേഖലയ്ക്ക് വലിയ പ്രതീക്ഷ തന്നെയാണ് ബജറ്റിലുള്ളത്. അതുകൊണ്ട് തന്നെ നിർമ്മല സീതാരാമൻ ഈ ഒരു പദ്ധതിക്ക് ജീവൻ നൽകും എന്ന പ്രതീക്ഷ തന്നെയാണ് ഈ നാടിന് പങ്കുവെക്കാനുള്ളത്. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 8. ബജറ്റ് വാർത്തയിലേക്ക് വിശദാംശങ്ങളിലേക്ക് തിരികെ എത്താം. മറ്റ് ചില പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കൂടി. ആലപ്പുഴ മാന്നാറിൽ വീടിന് തീപിടിച്ച് ദമ്പതികൾ മരിച്ച സംഭവത്തിൽ മകൻ കസ്റ്റഡിയിൽ. ചെന്നിത്തല സ്വദേശി രാഘവൻ, ഭാര്യ ഭാരതി എന്നിവർ ആണ് മരിച്ചത്. ഇരുവർക്കും 92 വയസ്സുണ്ട്. ഇന്ന് പുലർച്ചെ ആയിരുന്നു സംഭവം. ഞങ്ങളുടെ വന്ന സമയത്ത് ഒരു 3 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വീട് മൊത്തത്തിൽ കത്തി നിൽക്കുകയാണ്. അപ്പം ഫയർഫോഴ്സ് ചിലപ്പോഴത്തേക്ക് വന്നിട്ടുണ്ട്. അവർ തീയെല്ലാം കെടുത്തി നോക്കിയതിനു ശേഷം അപ്പൂപ്പനും അമ്മയും കിടന്നിടത്ത് തന്നെ കത്തി കിടക്കുമായിരുന്നു, മരിച്ചു തന്നെ കിടക്കുമായിരുന്നു. അതിനുശേഷം ഇപ്പം എല്ലാം തീയെല്ലാം കെടുത്തിട്ട് അവരിപ്പോൾ ബോഡി റിക്കവറി കണ്ടിരിക്കുകയാണ്. അപ്പോൾ സംശയം അല്ലെങ്കിൽ ചെയ്തെന്ന് തന്നെ ഒരു ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന വെച്ചാൽ ഇവരുടെ മോനാണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് 5 മക്കളുള്ള ഉള്ളതിലെ ഒരാളാണ്, വിജയൻ എന്നാണ് ആളുടെ പേര്. അപ്പോൾ പുള്ളിയാണ് ഇവിടെ താമസിച്ചിട്ടുള്ളത്. അതിൽ പുള്ളിയുടെ സൈക്കിളും കാര്യങ്ങളും ഇവിടെ പോകുന്നുണ്ട്. നമ്മൾ ചെയ്തെന്ന് സംശയിക്കുന്നത് പുള്ളിയെ തന്നെയാണ്. അപ്പം നിലവിൽ പുള്ളിക്കാരൻ ഇപ്പോൾ ഇവിടെ കാണാനില്ല. അപ്പം പുള്ളി നല്ല സംശയമുണ്ട്. കാരണം ഇതിന് 2-3 ദിവസം മുമ്പ് തന്നെ പുള്ളിക്കാരൻ ഇവരെ തല്ലുകയും കൈയൊക്കെ മുറിഞ്ഞ ഒരു ഇതുണ്ടായിരുന്നു. അതിൽ അതിൻ്റെ ഫോട്ടോ കാര്യങ്ങൾ ഇരിപ്പുണ്ട്. അപ്പം കേസും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് അവിടുന്ന് വിളിച്ച് കേസ് കൊടുത്തിട്ടുണ്ട്. പോലീസുകാരും വന്ന് അവരെ നേരിട്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നിലവിൽ പുള്ളി അജിതെന്നാണ് നമുക്ക് സംശയം തോന്നുന്നത്. വിജയൻ എന്നാണ് ആളുടെ പേര്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, ദുരൂഹതയാണ് സംശയിക്കുന്നത്. പ്രത്യേകിച്ച് കുടുംബത്തിൽ സ്വത്ത് തർക്കമടക്കം ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകൾ ആണ് പുറത്തുവരുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഈ വീടിന് തീ പിടിച്ചതിന് ശേഷം ഉണ്ടായ ഒരു സാഹചര്യം ആണ്. വീട് ഏതാണ്ട് പൂർണ്ണമായും തന്നെ കത്തിയമർന്ന നിലയിൽ ആണ് കാണാൻ സാധിക്കുന്നത്. ഈ ദമ്പതികളെ കൊന്നതാണോ, അത് സ്വാഭാവികമായ ഒരു തീപിടുത്തം ആയിരുന്നോ, അതിനപ്പുറത്ത് ദമ്പതികളെ കൊന്നതാണോ എന്നതിൽ ആണ് വ്യക്തത കൈവരേണ്ടത്. മകൻ വിജയൻ കുറ്റം സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ അത് കൊലപാതകം തന്നെയാണ്, മനഃപൂർവ്വം തീയിട്ടത് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. വൃദ്ധ ദമ്പതികളുടെ മരണം കൊലപാതകം എന്നതാണ് ഏറ്റവും പുതിയ വിവരം. മകൻ വിജയൻ കുറ്റം സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സ്വത്ത് തർക്കത്തെ തുടർന്നാണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ്. നവമി ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുക. നവമി, ഇത് സ്വാഭാവികമായി ഉണ്ടായൊരു തീപിടുത്തം അല്ല, അതിനപ്പുറത്ത് ഇതൊരു തരം കുറ്റകൃത്യമാണ്, ഇത് തീയിട്ട് ചുട്ടുകൊന്നതാണ് എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ?
അഭിലാൽ, സ്വന്തം മകൻ തന്നെ മാതാപിതാക്കളെ അതിദാരുണമായി ചുട്ടുകൊന്നിരിക്കുന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ആലപ്പുഴ മാന്നാറിൽ നിന്നും പുറത്തു വരുന്നത്. പുലർച്ചെ 3 മണിയോടുകൂടിയാണ് സമീപത്തുള്ളവർ ഈ രാഘവനും ഭാരതിയും താമസിക്കുന്ന വീട്ടിൽ നിന്നും പുക ഉയരുന്നത് കാണുന്നതും വീട് കത്തുന്നത് കാണുന്നതും. ഉടൻ തന്നെ നാട്ടുകാരെല്ലാവരും അവിടെ ഓടിക്കൂടുകയും ഫയർഫോഴ്സിനെ വിളിച്ച് ഫയർഫോഴ്സ് തീ അണച്ചു. വീട് പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ്. സമയത്ത് ഭാരതിയും രാഘവനുമായിരുന്നു ആ വീട്ടിലുള്ളത്. രാഘവന് 92 വയസ്സുണ്ട്. ഈ വീട്ടിലേക്ക് വന്നപ്പോഴാണ് പൂർണ്ണമായും വീട് നശിച്ച ഒരു അവസ്ഥയിൽ. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് നാട്ടുകാരൊക്കെ പറയുന്നത് പ്രകാരമാണ് പോലീസ് മകൻ വിജയനിലേക്കുള്ള ഒരു സംശയം നീളുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വീട്ടിൽ വലിയ പ്രശ്നമുണ്ടായിരുന്നു. ഈ അച്ഛൻ 92 വയസ്സുള്ള അച്ഛൻ രാഘവനെ വിജയൻ അതിക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ ചികിത്സയ്ക്കൊക്കെ തേടിയിരുന്നു. അങ്ങനെ ആശുപത്രിയിൽ നിന്നും പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് വിജയനോട് ഇന്ന് രാവിലെ സ്റ്റേഷനിൽ ഹാജരാകണം, ഇതുമായി ബന്ധപ്പെട്ട് പിതാവിനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇത് ഭയന്നു, അല്ലെങ്കിൽ ഇത്തരത്തിൽ പോലീസ് ഇന്ന് തന്നെ വിളിപ്പിക്കുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് പുലർച്ചെ രാഘവൻ വീടിന് തീയിട്ടത് എന്നാണ് നാട്ടുകാരും ഒപ്പം ഈ മരിച്ച രാഘവന്റെയും ഭാരതിയുടെയും മറ്റ് മക്കളും അവരുടെ ചെറുമകൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഈ സ്വത്ത് തർക്കമാണ്. വീട്ടുമായി ചേർന്ന് കിടക്കുന്ന കുറച്ച് സ്ഥലവുമായി ബന്ധപ്പെട്ട ഒരു തർക്കം കുറച്ച് നാളുകളായി ഇവർക്കിടയിൽ നിലനിന്നിരുന്നു. വിജയൻ ഭാര്യയും മക്കളുമായിട്ടൊക്കെ പിണങ്ങി ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. മദ്യപിച്ച് വീട്ടിലെത്തി പ്രശ്നമുണ്ടാക്കുന്നു. അമിത മദ്യപാനിയായിരുന്നു. മദ്യപിച്ച് വീട്ടിലെത്തിയാണ് ഈ അമ്മയും അച്ഛനെയും ഒക്കെ ഉപദ്രവിക്കുകയും അവരുമായിട്ട് വലിയ രീതിയിൽ തർക്കമുണ്ടാകുകയും ഒക്കെ സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാഘവന്റെ കൈ ഒടിഞ്ഞ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മകൻ ഉപദ്രവിച്ച് കൈ ഒടിഞ്ഞ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും അത് പോലീസിനെ വിവരം അറിയിക്കുകയും ഇന്നലെ വൈകിട്ടൊക്കെ പോലീസ് അവിടെ എത്തി ഈ മാതാപിതാക്കളോട് കാര്യം അന്വേഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഇത്രയും അതിദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. രാവിലെ ഈ വീട് കത്തുമ്പോൾ വിജയൻ ആ വഴി പോകുന്നത്, അതായത് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോയി എന്ന ചില ദൃക്സാക്ഷികളും പോലീസിനോട് വ്യക്തമാക്കിയിരുന്നു. ഒപ്പം ഈ മരിച്ച ദമ്പതികളുടെ മകനും ബാക്കിയുള്ള മക്കളുമൊക്കെ, ഇവർ 5 മക്കളാണ്. ഈ മരിച്ച ദമ്പതികൾക്ക് 5 മക്കളാണ്. അതിൽ 3ാമത്തെ ആളാണ് വിജയൻ. ഒരു മകൾ മരിച്ചു പോയിരുന്നു. ബാക്കിയുള്ള മക്കളുമൊക്കെ പോലീസിനോട് ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. വിജയൻ മാതാപിതാക്കളെ ഉപദ്രവിക്കുമായിരുന്നു. ഒരു മകന്റെ ഒപ്പമായിരുന്നു ആദ്യം ഈ മാതാപിതാക്കൾ താമസിച്ചിരുന്നത്. പക്ഷേ വിജയൻ ഈ മകൻ ആ മാതാപിതാക്കളെ ഉപദ്രവിച്ചു എന്ന് കള്ളക്കേസ് കൊടുക്കുകയും പോലീസ് വന്ന് അന്വേഷിച്ചപ്പോൾ അത്തരത്തിൽ ഉപദ്രവിച്ചിട്ടില്ല, കള്ളക്കേസാണെന്ന് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തതിനെ തുടർന്നാണ് ഒരു മകൻ കുടുംബവുമായി ആ വീട്ടിൽ നിന്ന് മാറി താമസിച്ചത്. പിന്നീടാണ് ഈ ദമ്പതികൾക്കൊപ്പം 3ാമത്തെ മകനായ വിജയൻ താമസം തുടങ്ങുകയും സ്വത്തുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ തർക്കങ്ങളൊക്കെ നിലനിൽക്കുകയും ചെയ്തത്. അതിനൊടുവിലാണ് ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടി വീട്ടിന് തീയിട്ടതിനു ശേഷം വിജയൻ വീട്ടിൽ നിന്ന് പോവുകയും ചെയ്തത്. പോലീസ് വിജയനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിജയൻ കുറ്റം സമ്മതിച്ചു. സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടതാണ് ഇങ്ങനെ ഒരു കടും കൈ ചെയ്യാൻ കാരണമെന്നാണ് വിജയൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. യെസ്, ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് വൃദ്ധ ദമ്പതികളെ ചുട്ടുകൊന്നത് എന്ന് തന്നെയാണ് പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുന്നു. മകൻ വിജയൻ ആണ് കുറ്റം സമ്മതിച്ചത്. ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയുടെ മരണത്തിൽ ഒരു പങ്കും ഇല്ല എന്ന് ജ്യോത്സ്യൻ ശംഖുമുഖം ദേവിദാസൻ. കുട്ടിയുടെ അമ്മയുമായോ കുടുംബവുമായോ ബന്ധം പുലർത്തിയിരുന്നില്ല. തന്റെ ഫോൺ പോലീസിന് കൈമാറിയിട്ടുണ്ട്. വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്നും ശംഖുമുഖം ദേവിദാസൻ ന്യൂസ് 18 പറഞ്ഞു. ജ്യോത്സ്യൻ ശംഖുമുഖം ദേവിദാസനാണ് നമുക്കൊപ്പം ചേരുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഈ വിവാദങ്ങൾ അങ്ങേ മണിക്കൂറുകളോളം സ്റ്റേഷനിൽ ഇരുത്തുകയും ചോദ്യം ചെയ്യുകയും അല്ലെങ്കിൽ മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ അങ്ങയുടെ ഭാഗത്തുണ്ടോ? ഈ കുഞ്ഞിന്റെ മരണവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നെ വിളിച്ചത് ഒരു പരാതിയിന്മേലുള്ള വിശദീകരണം എടുക്കാനായിട്ട്. അപ്പോൾ പരാതി ഇതാണ്. ഒന്ന്, ഞാൻ പറഞ്ഞിട്ട് അവർ തലമുണ്ടനം ചെയ്തു. അത് ഒന്നാമത്തെ പരാതി. ഞാൻ ഒരാളോടും തലമുണ്ടനം ചെയ്യാൻ പറയാറില്ല. പല ഘട്ടങ്ങളിലായി വസ്തു വാങ്ങിക്കൊടുക്കാം, വാഹനം വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് അവരിൽ നിന്ന് 35 ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചു. ഞാൻ ഇതുവരെയ്ക്കും വസ്തുവിൻ്റെ ഇടപാടിന് പോയിട്ടില്ല, വാഹന ഇടപാടിനും പോയിട്ടില്ല. അതല്ല എൻ്റെ ജോലി. ഒരാളിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ വാങ്ങിച്ചിട്ടില്ല. ഈ പറയുന്ന സ്ത്രീയിൽ നിന്ന് ഒരു പൈസ പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഇത് അടിസ്ഥാനരഹിതമായൊരു പരാതിയാണ്.
അങ്ങ് ഈ പണം അങ്ങ് പറഞ്ഞിട്ട് മറ്റൊരാൾക്ക് കൊടുത്തു എന്ന തരത്തിലൊരു വിവരം വരുന്നുണ്ട്. അങ്ങനെയുണ്ടോ? വേറെ ആർക്കെങ്കിലും ഈ ഇങ്ങനെ പണം കൊടുത്തിരുന്നോ? അങ്ങനെ ഒരു മീഡിയേറ്ററായിട്ട് ഞാൻ നിന്നിട്ടില്ല, ഇതുവരയ്ക്കും അങ്ങനെ നിന്നിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടത് അവർക്ക് പൈസ കൊടുക്കൂ എന്ന് പറയുന്ന ഒരു സംഭവം ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല ജീവിതത്തിൽ. എങ്ങനെയാണ് ഈ കുടുംബവുമായിട്ട് അങ്ങക്ക് എങ്ങനെയാണ് ബന്ധം വന്നത്? ഈ കോവിഡിന് മുമ്പ് ഞാൻ ഈ പൂജാകാര്യങ്ങൾക്കെല്ലാം സഹായിക്കാനായിട്ട് ഒരു പയ്യനെ വേണമെന്ന് നമ്മുടെ ഒരു സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ അയാൾ പരിചയപ്പെടുത്തുന്നതാണ് ഈ പയ്യനെ, ഈ ഹരി എന്ന് പറയുന്ന പയ്യൻ. അപ്പോൾ ഇവിടെ നിന്നു. അവൻ നിൽക്കുമ്പോൾ അവന് ഈ പൈസ എണ്ണാനോ അല്ലെങ്കിൽ യാത്ര ചെയ്യാനോ വായിക്കാനോ ഒന്നും അറിയില്ല, പക്ഷെ നന്നായി തിമില വായിക്കും. അതുകൊണ്ട് അവനോട് എനിക്കൊരു മമതയുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ കൂടെ നിർത്തി മാസം തോറും ഈ ഹരിയുടെ അമ്മയും സഹോദരിയും വന്ന് ഇവിടെ വന്ന് അയാളുടെ ശമ്പളം വാങ്ങിച്ചിട്ട് പോകും. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇയാളോട് പറഞ്ഞു, ഈ പൈസ മുഴുവൻ നിൻ്റെ വീട്ടുകാർ കൊണ്ടുപോയാൽ നിനക്കെന്തെങ്കിലും വേണ്ട നാളെ, ഇത് ഞാൻ ശമ്പളത്തിൽ നിന്ന് ഒരു പങ്ക് മാറ്റിവെക്കും എന്ന് പറഞ്ഞു. ഒരു പങ്ക് മാറ്റിവെച്ച് 10,000 രൂപ ആയപ്പോൾ അത് ഇവിടെ നമ്മുടെ ടാക്സി ഡ്രൈവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഞാനത് കൊണ്ടുപോയി നിക്ഷേപിച്ചു. ആ പാസ്ബുക്ക് ഇവിടെ ഇരിപ്പുണ്ട്. ഇങ്ങനെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഒരു 3-4 തവണ അവർ പൈസ ഇങ്ങനെ വാങ്ങിക്കാൻ വന്നു. പിന്നെ ഇവൻ വീട്ടിൽ പോകുമ്പം പൈസ കൊടുക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇവൻ്റെ പെരുമാറ്റത്തിൽ ചില മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഇത്തിരി ധിക്കാരം, അസ്വാഭാവികമായ ചില പെരുമാറ്റങ്ങളൊക്കെ കണ്ടപ്പോൾ ഇവൻ്റെ അച്ഛനെയും അമ്മയും വിളിച്ചിട്ട് നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയി. അതിനുശേഷം ആ വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ആ വീട്ടുകാരുമായിട്ടും ഒരു ബന്ധമില്ല. ഇത് അങ്ങ് കരുതുന്നത് എന്താണ്? ഈ പ്രതി മാനസികാസ്വാസ്ഥ്യമുള്ള ആളാണോ, അല്ലെങ്കിൽ ഇയാൾക്കൊരു ക്രൈം പശ്ചാത്തലമുണ്ടോ, അല്ലെങ്കിൽ ഈ അന്ധവിശ്വാസം ഇവരെ ബാധിച്ചിരുന്നു? എന്താണ് അങ്ങ് കരുതുന്നത്? ഈ മരണവുമായി ബന്ധപ്പെട്ട് ഒന്നും പറയാൻ ഞാൻ ആളല്ല. പിന്നെ ഈ പയ്യനാണത് ചെയ്തതെന്നോ അല്ലെങ്കിൽ അയാളല്ല ചെയ്തെന്നോ എന്ന് പറയാനും ഞാൻ ആളല്ല. അതൊന്നും എന്നെ ഒരു വിഷയമല്ല. പിന്നെ ഇതിൽ എനിക്ക് എൻ്റെ പേരിലുള്ള പരാതി അത് വ്യാജ പരാതിയാണ് എന്ന് തെളിയിക്കുക എന്നുള്ളത് എൻ്റെ അങ്ങനെയാണ് ഇന്നലെ പോയത്. പിന്നെ ഇന്നും വിളിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 10 മണിക്ക് അവിടെ പോകും. ഈ സഹോദരി ശ്രീതു, ഈ കുട്ടിയുടെ അമ്മ, അങ്ങയുമായി നിരന്തരം ഫോണിൽ സംസാരിക്കുകയോ വന്ന് കാണുകയോ അങ്ങ് അവിടേക്ക് പോയി കാണുക അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? അത് പരിശോധിക്കുന്നതിന് വേണ്ടി ഫോൺ ഞാൻ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ പോലീസ് ഉദ്യോഗസ്ഥരോടും പറഞ്ഞതാണ്. അവരെനിക്ക് മെസ്സേജ് അയക്കുക, ഞാൻ അവർക്ക് മെസ്സേജ് അയക്കുക, അവരെന്നോട് സംസാരിക്കുക, ഞാൻ അവരോട് സംസാരിക്കുക. ഇതെന്തെങ്കിലും എൻ്റെ ഫോണിലുണ്ടെങ്കിൽ കണ്ടുപിടിച്ചോളാം സാർ, എന്ത് നടപടിയെടുക്കാം എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത്. അവരുടെ മെന്ററായി പ്രവർത്തിച്ചു എന്നൊക്കെയുള്ള ചില വിവരങ്ങളാണ് ഈ പുറത്തു വരുന്ന വർത്തമാനങ്ങളാണ്. അങ്ങനെ എപ്പോഴെങ്കിലും അവർക്ക് അങ്ങനെ ഉപദേശം, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് എനർജി എന്നുള്ള നിലയ്ക്കൊക്കെ എന്തെങ്കിലും ഉപദേശങ്ങളൊക്കെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഈ യുവതിക്ക്? അവരിതുവരെ നാളിതുവരെ ഒരു തവണ മാത്രമാണ്, അതൊരു 6-7 മാസങ്ങൾക്ക് മുമ്പ് അവർ രണ്ടാമത്തെ വിവാഹം കഴിച്ചു എന്ന് പറയുന്നത്. അവർക്ക് ദേവസ്വം ബോർഡിലാണ് ജോലി. ഈ രണ്ടാമത് വിവാഹം കഴിച്ച ആ പയ്യനും ദേവസ്വം ബോർഡിലാണ് ജോലി എന്ന് എന്നോട് പറഞ്ഞു. അവരിവിടെ വന്നപ്പോഴാണ്. അവർ ജ്യോതിഷം നോക്കാനല്ല വന്നത്, കരിക്കാൻ ക്ഷേത്രത്തിൽ പോയ വഴിക്ക് ഇവിടെ കയറി എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ നന്നായിരിക്കട്ടെ. അപ്പോൾ ആദ്യത്തെ ബന്ധം വേർപിരിഞ്ഞോ? ഇല്ല, വേർപിരിഞ്ഞില്ല. ഞങ്ങൾ വീട്ടിൽ പോകുന്നില്ല, ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുകയാണ്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അന്നും വളരെ ഭവ്യതയോടെയാണ് ഈ കുട്ടിയോട് സംസാരിച്ചുള്ളത്. ഒരു ബഹുമാനത്തോടു കൂടി തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. പക്ഷെ അവരിൽ നിന്ന് ഇങ്ങനെ ഒരു ഇതുണ്ടായി എന്ന് പറയുമ്പോൾ എനിക്ക് അതിശയമാണ്. വേറെ ഒരു തരത്തിലൊരു ബന്ധമോ ഒരു അടുപ്പമോ ഒരു മെസ്സേജ് അയക്കലോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ അത് ഇന്നലെ സ്റ്റേഷനിൽ വ്യക്തമാക്കി. ഇവരുടെ വീട്ടിൽ തന്നെ ചില പൂജകളും കർമ്മങ്ങളും ഒക്കെ ഈ അമ്മൂമ്മ ചെയ്യുമായിരുന്നു. നമ്മൾ ഈ വെള്ളം ഓതുക എന്ന് പറയുന്ന ചെറിയ രീതി മുതൽ കുറച്ചുകൂടെയൊക്കെ വലിയ രീതിയിലൊക്കെ നാട്ടുകാർ വിശ്വസിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ അതൊക്കെ ചെയ്തിരുന്നു. അതേക്കുറിച്ച് അങ്ങക്ക് എന്തെങ്കിലും അറിവുണ്ടോ? ഒന്നും അറിയില്ല. അങ്ങനെ അവരുടെ പേഴ്സണലായിട്ട് ഒരു കാര്യം അറിയില്ല. അത്രത്തോളം ഒരടുപ്പം നമുക്കില്ല. ഈ പയ്യൻ ഇവിടെ വന്ന് കുറച്ചു കാലം, ഒരു 1.5 കൊല്ലം നിന്നു എന്നുള്ള കവിഞ്ഞ് അവരുമായിട്ട് വേറെ യാതൊരു ബന്ധമില്ല. പിന്നെ അവരെ ഞാൻ കാണുന്നത്, അവർ ഈ വിളക്ക് പാത്രമൊക്കെ കഴുകുന്നൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ ഒരു ദൈവപ്രശ്നം, 2 ദിവസത്തെ ദൈവപ്രശ്നത്തിന് ഞാൻ അവിടെ പോയിട്ടുണ്ട്. അന്ന് കണ്ടതല്ലാതെ പിന്നെ അവരുമായിട്ട് യാതൊരു ബന്ധമില്ല. അന്ന് വീട്ടിൽ പോവുക അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നും പോയിട്ടില്ല. ഇപ്പോൾ അങ്ങയെ ചുറ്റിപ്പറ്റിയുള്ള ഈ അന്വേഷണം അത് വ്യക്തിപരമായി എന്താണ് തോന്നുന്നത്? ഒരു വ്യക്തിയെ എങ്ങനെ തൊലയ്ക്കാം, അയാളെ എങ്ങനെ സമൂഹത്തിൻ്റെ മുമ്പിൽ വക്രീകരിച്ച് കാണിക്കാം എന്ന് ഗവേഷണം നടത്തുന്ന ചില ആളുകളുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വാർത്ത കിട്ടിയാലിടൻ
അതിനെ എങ്ങനെയൊക്കെ വളച്ചൊടിച്ച് ആ ആളിൻ്റെ ജീവിതകാലം മൊത്തം ഉണ്ടായിട്ടുള്ള എല്ലാ സംഭവങ്ങളെയും പുറത്തെടുത്ത് എങ്ങനെ വക്രീകരിച്ച് അയാളുടെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കാം എന്ന് ഗവേഷണം നടത്തുന്ന ചില ആളുകളുണ്ട്. അത് ശരിയല്ല. ഇപ്പം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ തെറ്റുകാരനാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നത് നന്നായിരിക്കും. പൊതുവേ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, സനാതന ധർമ്മത്തിൻ്റെ ഭാഗമാണ് ജ്യോതിഷം, അപ്പോൾ പൂജ, അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ എങ്ങനെ സമൂഹത്തിൽ മോശക്കാരായി ചിത്രീകരിക്കാം എന്ന് ഒരു പ്രവണത ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. ഇടവേള.